ഹായ് എവറി വൺ, വെൽക്കം ടു നോട്ട്ബഡി.in. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ MA ഇംഗ്ലീഷിലെ MEG 17 ആയിട്ടുള്ള അമേരിക്കൻ ഡ്രാമയാണ്. ഇതൊരു കംപ്ലീറ്റ് മാരത്തോൺ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ MEG 17 കംപ്ലീറ്റ് ബ്ലോഗ്സും അതിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാടകങ്ങളും അതിലെല്ലാം നമ്മൾ യൂണിറ്റ് വൈസ് ആയിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാൻ പോവുകയാണ്. സോ ആദ്യം തന്നെ എന്താണ് ഈ ഒരു കോഴ്സ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചുരുക്കത്തിൽ നോക്കാം. ബ്രിട്ടീഷ് മോഡലുകളെ വെറുതെ അനുകരിച്ചുകൊണ്ട് ആരംഭിച്ച ആ ഒരു അമേരിക്കൻ നാടകവേദി പിന്നീട് എങ്ങനെയാണ് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഒരു വ്യക്തിത്വം, ഒരു ഐഡന്റിറ്റി രൂപപ്പെടുത്തിയത് എന്നാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത്. അമേരിക്കൻ സ്വപ്നത്തിന്റെ ആ ഒരു പൊള്ളത്തരങ്ങൾ, ദ മിത്ത് ഓഫ് ദി അമേരിക്കൻ ഡ്രീം, അതുപോലെ വർണ്ണവിവേചനങ്ങൾ, റേസ്, കുടുംബ ബന്ധങ്ങളിലെ എന്താ പറയാ വലിമുറുക്കങ്ങള്, മനുഷ്യന്റെ മാനസിക സംഘർഷങ്ങൾ, സൈക്കോളജിക്കൽ ഡ്രാമ, ഇതൊക്കെ എന്താണ് 20-ാം നൂറ്റാണ്ടിലെ ഇതിഹാസ നാടകകൃത്തുക്കളായിട്ടുള്ള യുജീൻ ഒനിയൽ, അതുപോലെ ആർത്തർ മില്ലർ, ടെന്നിസ് വില്യംസ്, അതുപോലെ എഡ്വേർഡ് ആൽബി എന്നിവര് നാടകങ്ങളിലൂടെ എങ്ങനെയാണ് ലോകത്തിന് മുന്നിൽ തുറന്നിട്ടത് എന്നാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് സമയം കളയാതെ തന്നെ ഫസ്റ്റ് ബ്ലോക്കിലേക്ക് പോവാം. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു ക്ലാസ്സിന്റെ കംപ്ലീറ്റ് നോട്ടും ഞാൻ നോട്ട്ബഡി.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു ക്ലാസ് കേൾക്കുന്നതോടൊപ്പം ആ ഒരു നോട്ട്സും കൂടി വായിച്ചാലായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുക. ഓക്കെ, നോട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ സിമ്പിൾ ഇംഗ്ലീഷിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എക്സാമിന് എഴുതാനും ഒക്കത്തിനും അത് യൂസ്ഫുൾ ആയിരിക്കും. സോ അതും കൂടി ഒന്ന് ഇതിന്റെ കൂടെ നോക്കുക കേട്ടോ. ബ്ലോക്ക് 1 അമേരിക്കൻ ഡ്രാമ ആൻ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അതിലെ യൂണിറ്റ് 1 വരുന്നത് ദ ബിഗിനിങ് ഓഫ് അമേരിക്കൻ ഡ്രാമ. അമേരിക്കൻ നാടകവേദിയുടെ ചരിത്രപരമായിട്ടുള്ള ആ ഒരു സ്റ്റാർട്ടിങ്ങും അതിന്റെ വികാസവും അതിന്റെ ഡെവലപ്മെന്റും ആണ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ദ കൊളോണിയൽ ഇമിറ്റേഷൻ. കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് തിയേറ്ററുകളുടെ കടുത്ത ആ ഒരു ഇൻഫ്ലുവൻസിലാണ് അമേരിക്കയിൽ നാടകം ആരംഭിക്കുന്നത്, ഡ്രാമ ആരംഭിക്കുന്നത്. ആദ്യകാലങ്ങളിൽ വെറും വിനോദത്തിന് വേണ്ടി മാത്രമായിരുന്ന ഈ നാടകങ്ങളെ ഇംഗ്ലീഷ് മോഡലുകളെ അന്ധമായിട്ട് അനുകരിക്കുകയായിരുന്നു. ഇമിറ്റേറ്റഡ് ബ്രിട്ടീഷ് മോഡൽസ് ബ്ലൈൻഡ്ലി. ഓക്കെ, ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഐഡന്റിറ്റി. എന്നാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം, അമേരിക്കൻ ഇൻഡിപെൻഡൻസിന് ശേഷം നാടകകൃത്തുകള് വിദേശ ശൈലികൾ ഉപേക്ഷിച്ച് അമേരിക്കൻ എന്താ പറയാ അവരുടെ മണ്ണിലെ പച്ചയായിട്ടുള്ള ജീവിതവും അവിടുത്തെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ജനാധിപത്യവും അവിടുത്തെ സ്വന്തം സാംസ്കാരിക സ്വത്വം, അമേരിക്കൻ ഐഡന്റിറ്റിയും എന്നിവയെ കുറിച്ചൊക്കെ എഴുതാൻ സ്റ്റാർട്ട് ചെയ്തു. 19-ാം നൂറ്റാണ്ടോടെ അത് രാജ്യത്തിന്റെ സാമൂഹിക മാറ്റങ്ങളെ വിളിച്ചോതുന്ന ശക്തമായിട്ടുള്ള ഒരു സാഹിത്യ രൂപമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, യൂണിറ്റ് 2 വരുന്നത് ഇൻഫ്ലുവൻസസ്. അമേരിക്കൻ നാടകവേദിയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ സഹായിച്ചിട്ടുള്ള വിവിധ അന്താരാഷ്ട്ര സാഹിത്യ പ്രസ്ഥാനങ്ങളെയും അതുപോലെ ചരിത്ര പശ്ചാത്തലങ്ങളെയാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് അനലൈസ് ചെയ്യാനുള്ളത്. യൂറോപ്യൻ റിയലിസം. യൂറോപ്യൻ റിയലിസം എന്ന് പറയുന്നത് അതില് ഹെൻറിക് ഇബ്സൺ, അതുപോലെ ആന്റൺ ചെക്കോവ് എന്നിവരിലൂടെ റിയലിസ്റ്റിക് നാടക ശൈലി അമേരിക്കൻ നാടകവേദിയെ കടുത്ത രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. കൊട്ടാര കഥകൾക്ക് പകരം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ദൈനംദിന പ്രശ്നങ്ങളും അവരുടെ സാമൂഹിക പ്രതിസന്ധികളും നാടകവേദിയിൽ ചർച്ച ചെയ്യാൻ ഇത് കാരണമായിട്ടുണ്ട്. എക്സ്പ്രഷനിസം. യാഥാർത്ഥ്യത്തെ ബാഹ്യമായി കാണിക്കുന്നതിന് പകരം മനുഷ്യന്റെ ഉള്ളിലെ ആ ഒരു കടുത്ത ഭയം, അതുപോലെ ഏകാന്തത, ലോൺലിനെസ്, മാനസിക ആ ഒരു അസ്വസ്ഥതകൾ എന്നിവയെ പ്രതീകങ്ങളിലൂടെ, സിംബൽസിലൂടെ, വിചിത്രമായിട്ടുള്ള ലൈറ്റിങ്ങുകളിലൂടെയും ഒക്കെ സ്റ്റേജിൽ കാണിക്കുന്ന ജർമ്മൻ എക്സ്പ്രഷനിസ്റ്റ് ശൈലി യുജീൻ ഒലീനെ പോലുള്ളവരെ വല്ലാതെ അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ അമേരിക്കൻ റിയാലിറ്റീസ്. ഇതിനൊപ്പം തന്നെ അമേരിക്കയിലെ വ്യവസായവൽക്കരണം, ഇൻഡസ്ട്രിയലൈസേഷന്, ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ഇമിഗ്രേഷന്, അതുപോലെ കടുത്ത വംശീയ വിവേചനങ്ങൾ, റേസ്, അതുപോലെ കുടുംബ തകർച്ചകള്, എല്ലാറ്റിനും അപ്പുറം പണമുണ്ടാക്കിയാൽ മാത്രം വിജയിക്കാം എന്നുള്ള ആ ഒരു കപടമായിട്ടുള്ള ഒരു അമേരിക്കൻ സ്വപ്നം, ദ അമേരിക്കൻ ഡ്രീം എന്നിവ അമേരിക്കൻ നാടകങ്ങളുടെ പ്രധാന വിഷയങ്ങളായിട്ട് മാറി. യൂണിറ്റ് 3 വരുന്നത് എമർജൻസ് ഓഫ് ഫോംസ് ഇൻ അമേരിക്കൻ ഡ്രാമ. അമേരിക്കൻ നാടകവേദി പക്വത പ്രാപിച്ചതോടെ രൂപപ്പെട്ട വിവിധ തരം നാടക രൂപങ്ങളെയാണ് ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. മേജർ ഡ്രാമാറ്റിക് ഫോംസ്, പ്രധാന നാടക രൂപങ്ങൾ. ഒന്ന് റിയലിസ്റ്റിക് ഡ്രാമ. മനുഷ്യ ജീവിതത്തെയും അവിടുത്തെ സംഭാഷണങ്ങളെയും യാതൊരുവിധ കൃത്രിമവും ഇല്ലാതെ സ്വാഭാവികമായിട്ടൊരു നാച്ചുറൽ ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു സ്റ്റൈലാണ് റിയലിസ്റ്റിക് ഡ്രാമയുടേത്. ഇനി എക്സ്പ്രഷനിസ്റ്റ് ഡ്രാമയാണെങ്കിലോ പ്രതീകങ്ങൾ
മിത്തുകളും, അതായത് സിമ്പിൾസും മിത്തുകളും മനുഷ്യന്റെ ഉപബോധ മനസ്സും സ്റ്റേജിൽ പരീക്ഷണാത്മകമായിട്ട് എക്സ്പെരിമെന്റൽ ആയിട്ട് കൊണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രാമയാണ് എക്സ്പ്രഷനിസ്റ്റ് ഡ്രാമ. ഇനി സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡ്രാമ, സമൂഹത്തിലെ വർണ്ണ വിവേചനങ്ങള്, മുതലാളിത്ത വ്യവസ്ഥിതിയുടെ ക്രൂവൽറ്റീസ്, അതുപോലെ സാമ്പത്തിക ഇനീക്വാളിറ്റീസ് എന്നിവയെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്ന നാടകങ്ങൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർത്തർ മില്ലറുടെ കൃതികളൊക്കെ അതിൽ വരുന്നതാണ്, സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ഡ്രാമയിൽ വരുന്നത്. അടുത്തത് സൈക്കോളജിക്കൽ ഡ്രാമ, മനുഷ്യബന്ധങ്ങളിലെ വലിമുറുക്കങ്ങള്, സ്നേഹമില്ലായ്മ, മാനസികമായിട്ടുള്ള ഒറ്റപ്പെടലുകൾ, ഏലിയനേഷൻ എന്നിവ അതീവ സൂക്ഷ്മമായി കീറി മുറിച്ച് പരിശോധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രാമയാണ് സൈക്കോളജിക്കൽ ഡ്രാമ. അതിന് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ടെന്നിസ് വില്യംസ്, അതുപോലെ എഡ്വേർഡ് ആൽബി അവരുടെയൊക്കെ നാടകങ്ങൾ നമുക്ക് നോക്കാൻ പറ്റും. 20-ാം നൂറ്റാണ്ടിലെ ഈ വലിയ നാടക കൃത്തുക്കളുടെ പരീക്ഷണങ്ങൾ, എക്സ്പെരിമെന്റ്സ് അമേരിക്കൻ നാടകവേദി അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും മുൻനിരയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് കാര്യം. അത്രയാണ് ഒരു ബ്ലോക്ക് ഫസ്റ്റ് വരുന്നത്, അമേരിക്കൻ ഡ്രാമ ആൻഡ് ഇൻട്രൊഡക്ഷൻ. ഈ ഒരു പേപ്പറിനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഈ ഒരു ഫസ്റ്റ് ബ്ലോക്ക് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 2 വരുന്നത് എക്സാമിന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതായിട്ടുള്ള ഒരു ബ്ലോക്കാണ് കേട്ടോ. മ്യൂസിക്കൽസ് ആൻഡ് ഫാഴ്സ്. അമേരിക്കൻ നാടകവേദിയെ ലോക പ്രശസ്തമാക്കിയിട്ടുള്ള ബ്രോഡ്വേ മ്യൂസിക്കുകളിലൂടെ, അതായത് ബ്രോഡ്വേ മ്യൂസിക്കൽസിലൂടെ ആഴത്തിലുള്ള ഘടനയും ഒപ്പം ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി അസംബന്ധ സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്ന ഫാഴ്സ് എന്ന ഹാസ്യ നാടക ശൈലിയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. റോയൽ ടൈലറുടെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ദി കോൺട്രാസ്റ്റ്, വില്യം ഡീൻ ഹവൽസിന്റെ സെൽഫ് സാക്രിഫൈസ് എന്നീ 2 നാടകങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സോ നമുക്ക് എക്സാമിന് വലിയ മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ ഇതിരുന്ന് വരുന്നതുകൊണ്ട് തന്നെ ഇതിൽ 6 യൂണിറ്റ് ഉണ്ട്. നേരത്തെ നമുക്ക് 3 യൂണിറ്റുകളിലിരുന്നു അല്ലെ. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് വാട്ട് ഈസ് മ്യൂസിക്കൽ. മ്യൂസിക്കൽസ് അഥവാ സംഗീത നാടകങ്ങൾ എന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിർവചനമാണ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദ സിംഫോണി ഓഫ് തിയേറ്റർ, അഭിനയം, ഡയലോഗുകൾ എന്നിവയ്ക്കൊപ്പം പാട്ടുകൾ, സോങ്സ്, അതുപോലെ മ്യൂസിക്, ഡാൻസ് എന്നിവയെ സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു കഥ പറയുന്ന നാടക രൂപമാണ് ഇത്. ഓക്കെ, സോങ്സ് ആസ് നറേറ്റീവ്. അതീവ സാധാരണ നാടകങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിലെ പാട്ടുകൾ വെറും ഒരു വിനോദമല്ല, അവ കഥയെ മുന്നോട്ട് നയിക്കാനും അഡ്വാൻസ്ഡ് സ്റ്റോറി ആൻഡ് കഥാപാത്രങ്ങളുടെ ഉള്ളിലെ അതീവ തീവ്രമായിട്ടുള്ള വികാരങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സഹായിക്കുന്നുണ്ട്. അമേരിക്കൻ നാടകവേദിയിൽ, പ്രത്യേകിച്ച് ന്യൂയോർക്കിലെ വിഖ്യാതമായിട്ടുള്ള ബ്രോഡ്വേ തിയേറ്ററുകളില് മ്യൂസിക്കലുകൾക്ക് അതീവ വലിയൊരു ജനപ്രീതിയും ഉണ്ട് എന്നുള്ളതാണ്. ഇനി യൂണിറ്റ് 2 വരുന്നത് കീ എലമെന്റ്സ് ഓഫ് മ്യൂസിക്കൽസ്. ഒരു മ്യൂസിക്കൽ നാടകം വിജയകരമായിട്ട് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ, കീ എലമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ദി കോർ എലമെന്റ്സ്: 1. സ്റ്റോറി, ബുക്ക് ഓർ ലിബ്രറ്റോ, അതായത് നാടകത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്ലോട്ടും അതിലെ ഡയലോഗുകളും, അതൊരു കീ എലമെന്റ് തന്നെയാണ്. അടുത്തത് സോങ്സ്, കഥാപാത്രങ്ങളുടെ വികാരങ്ങൾ തുറന്നു കാട്ടുകയും കഥയെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന വരികൾ. ഓക്കെ, അടുത്തത് മ്യൂസിക് ഓർ സ്കോർ, നാടകത്തിലെ ഓരോ രംഗത്തിനും ആവശ്യമായിട്ടുള്ള അന്തരീക്ഷവും അതുപോലെ മൂഡ് ആൻഡ് അറ്റ്മോസ്ഫിയർ, അത് വൈകാരികതയും അത് സൃഷ്ടിക്കുന്ന പാശ്ചാത്തല സംഗീതം, ഇതൊക്കെ ഒരു എന്താണ് കീ എലമെന്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. അടുത്തത് ഡാൻസ് ഓർ കൊറിയോഗ്രഫി, കഥ പറച്ചിലിന് കൂടുതൽ ഭംഗിയും ഊർജവും നൽകുന്ന നൃത്ത ചുവടുകൾ. അടുത്തത് സ്റ്റേജ് ഡിസൈൻ ആൻഡ് കോസ്റ്റ്യൂംസ്, കഥ നടക്കുന്ന കാലഘട്ടത്തെ കാണിക്കുന്ന വലിയ സെറ്റുകള്, വസ്ത്രങ്ങള്, ലൈറ്റിംഗ് എന്നിവയൊക്കെ. ഈ ഘടകങ്ങളെല്ലാം ഒന്നിച്ചു ചേരുമ്പോഴാണ് ഒരു മ്യൂസിക്കൽ പ്രേക്ഷകരിൽ വലിയൊരു വിഷ്വൽ ഇമ്പാക്ട് സൃഷ്ടിക്കുന്നത്. ഇനി യൂണിറ്റ് 3 വരുന്നത് ദ നെസസിറ്റി ഓഫ് മ്യൂസിക്കൽസ്. എന്തുകൊണ്ടാണ് അമേരിക്കൻ നാടക ചരിത്രത്തിൽ മ്യൂസിക്കലുകൾക്ക് ഇത്രയധികം പ്രാധാന്യവും അനിവാര്യതയും നെസസിറ്റിയും വരുന്നത് എന്നാണ് ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇമോഷണൽ പവർ, വിഭിന്ന കലാരൂപങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നത് വഴി കഠിനമായിട്ടുള്ള ആശയങ്ങൾ പലപ്പോഴും കഠിനമായിട്ടുള്ള ആശയങ്ങളായാൽ പോലും സാധാരണക്കാരിലേക്ക് അതീവ എളുപ്പത്തിൽ എത്തിക്കാൻ ഈ ഒരു മ്യൂസിക്കലുകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് വെറും ഒരു വിനോദമല്ല, ഒരു എന്റർടൈൻമെന്റ് മാത്രമല്ല, മറിച്ച് വലിയൊരു വിദ്യാഭ്യാസ മീഡിയം കൂടിയാണെന്നാണ് പറയുന്നത്. റിഫ്ലക്റ്റിംഗ് ദ അമേരിക്കൻ ഡ്രീം,
അമേരിക്കൻ മ്യൂസിക്കലുകൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത് സ്നേഹം, സ്വാതന്ത്ര്യം, വംശീയ സമത്വം, ഇക്വാലിറ്റി, പ്രത്യാശ, ഒപ്പം പണവും പദവിയും നേടാൻ മനുഷ്യന് നടത്തുന്ന അമേരിക്കൻ ഡ്രീമിന്റെ വലിയൊരു പോരാട്ടങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് വലിയൊരു സാമൂഹിക പ്രസക്തിയും ഇവിടെ ഉണ്ട്. ഇനി യൂണിറ്റ് 4 വരുന്നത് ദ കോൺട്രാസ്റ്റ് ആസ് ഫാഴ്സ്, റോയൽ ടൈലറുടേതാണ് കേട്ടോ. അമേരിക്കൻ നാടക ചരിത്രത്തിലെ ഏറ്റവും നാഴികക്കല്ലായിട്ടുള്ള ഒരു കൃതിയാണ് ഇത്. ഒരു അമേരിക്കൻ നാടകകൃത്ത് എഴുതിയിട്ടുള്ള ആദ്യത്തെ പ്രൊഫഷണൽ കോമഡി നാടകമാണ് ഇത്. സോ നാടകത്തിന്റെ പ്രധാന പ്ലോട്ട് എന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് തൊട്ടു പിന്നാലെയുള്ള ന്യൂയോർക്ക് നഗരമാണ്. ഓക്കെ, അമേരിക്കക്കാരുടെ ലളിതവും സത്യസന്ധവുമായിട്ടുള്ള ജീവിത ശൈലിയും അതുപോലെ ബ്രിട്ടീഷുകാരുടെ കപടമായിട്ടുള്ള ആഡംബര മോഹങ്ങളും തമ്മിലുള്ള വലിയൊരു താരതമ്യമാണ് ഈ ഒരു നാടകം. ദ കോൺട്രാസ്റ്റ്, ആ ഒരു താരതമ്യമാണ് പറയുന്നത്. ദ ഫോഴ്സ്ഡ് മാരേജ്, നായികയായിട്ടുള്ള മരിയ വാൻ ഡ്രഫ് അതീവ സുന്ദരിയും അതുപോലെ തന്നെ പൂവറുമാണ്, പാവപ്പെട്ട ആളുമാണ്. എന്നാൽ അവളുടെ അച്ഛന് വാൻഡ്രഫ് അവളെ വലിയ ഫാഷൻ ഭ്രാന്തനും ധനികനുമായിട്ടുള്ള ബില്ലി ഡിംപിളിന് നിർബന്ധിച്ച് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. ഓക്കെ, ബില്ലി ഡിംപിള് ഇംഗ്ലണ്ടിൽ പോയി വന്ന് വലിയ യൂറോപ്യൻ ഫാഷനുകളും അതുപോലെ കൃത്രിമമായിട്ടുള്ള പെരുമാറ്റ രീതികളും, അതായത് ഒരു ആർട്ടിഫിഷ്യൽ മാനേഴ്സ് ഒക്കെ അനുകരിക്കുന്ന അഹങ്കാരിയും ഭയങ്കര സെൽഫിഷും ഒക്കെ ആയിട്ടുള്ള ഒരു വില്ലനാണ്. ഓക്കെ, അവൻ രഹസ്യമായിട്ട് ലെറ്റീഷ്യ അതുപോലെ ഷാർലറ്റ് എന്നീ 2 സ്ത്രീകളുമായിട്ട് അഫെയറിലുമാണ്. ഓക്കെ, ഈ സമയത്താണ് അതീവ സത്യസന്ധനും ദേശാഭിമാനിയും ഒക്കെ ആയിട്ടുള്ള കേണൽ മാൻലി എന്ന അമേരിക്കൻ ആർമി ഓഫീസർ ന്യൂയോർക്കിൽ വരുന്നത്. മരിയയും കേണൽ മാലിനിയും പരസ്പരം കണ്ടുമുട്ടുകയും അവർ സത്യസന്ധമായിട്ടുള്ള ഒരു പ്രണയത്തിലാവുകയും ഒക്കെ ചെയ്യാണ്. ബില്ലി ഡിംപിള് ഒരേ സമയം 3 സ്ത്രീകളെ വഞ്ചിക്കുകയാണെന്ന സത്യം കേണല് മാൻലിയും മരിയയുടെയും അച്ഛനും ചേർന്ന് സ്റ്റേജിൽ അതീവ ഹാസ്യാത്മകമായിട്ടുള്ള തന്ത്രങ്ങളിലൂടെയാണ് പുറത്തു കൊണ്ടുവരുന്നത്. ഓക്കെ, ബില്ലി ഡിംപിളിന്റെ കള്ളത്തരങ്ങൾ പൊളിയുന്നതോടെ വാൻഡ്രഫ് തന്റെ മകളെ കേണൽ മാൻലിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ സമ്മതിക്കുകയാണ്. ഇതിലെ ജോനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമാളി ആയിട്ടുള്ള വേലക്കാരനുണ്ട്. അദ്ദേഹം അമേരിക്കൻ സാധാരണക്കാരുടെ തനത് മൂല്യങ്ങളെ പ്രേക്ഷകർക്ക് മുന്നിൽ അതീവ നർമ്മത്തോടെ ഒരു ഹ്യൂമറിലൂടെ ഒക്കെയാണ് വിളിച്ചു കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി യൂണിറ്റ് 5 വരുന്നത് വാട്ട് ഈസ് എ ഫാഴ്സ്. ഹാസ്യ നാടകങ്ങളിലെ അതീവ ജനപ്രിയമായിട്ടുള്ള ഒരു സ്റ്റൈലാണ് ഫാഴ്സ് അല്ലെങ്കിൽ പ്രഹസനം. എന്താണെന്നാണ് ഈ ഒരു യൂണിറ്റ് തിയററ്റിക്കൽ ആയിട്ട് വിശദീകരിക്കുന്നത്. ഓക്കെ, ദ അനാറ്റമി ഓഫ് ലോഫ്റ്റർ, യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത അസംബന്ധ സാഹചര്യങ്ങൾ, എക്സാജറേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, അവിശ്വസനീയമായിട്ടുള്ള യാദൃശ്ചികതകള്, ആള് മാറിപ്പോകല്, മിസ്റ്റേക്കൺ ഐഡന്റിറ്റീസ്, അതുപോലെ ശരീരഭാഷ കൊണ്ടുള്ള കോമാളിത്തരങ്ങൾ, ഫിസിക്കൽ ഹ്യൂമർ എന്നിവയിലൂടെ പ്രേക്ഷകരെ തുടർച്ചയായി ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം നിർമ്മിക്കുന്ന കോമഡി നാടകങ്ങളാണ് ഈ ഒരു എന്താ പറയാ ഫാൾസ് എന്ന് പറയുന്നത്. ഓക്കെ, കോർ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതിലെ കഥാപാത്രങ്ങൾ അതീവ അത്യുക്തി നിറഞ്ഞതായിരിക്കും. അതായത് എക്സാജറേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. തെറ്റിദ്ധാരണകളും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, അതീവ വേഗതയുള്ള കഥാഗതിയും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. വലിയ ജീവിത തത്വങ്ങൾ പഠിപ്പിക്കുന്നതിന് പകരം തിയേറ്ററിൽ ശുദ്ധമായിട്ടുള്ള ചിരി പടർത്തുക എന്നത് മാത്രമാണ് ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം. മിക്കപ്പോഴും ഇവ എന്താ പറയാ ശുഭപര്യവസാനിയായിരിക്കും, അതായത് ഹാപ്പി എൻഡിങ്ങിലായിരിക്കും ഉണ്ടാവുക. യൂണിറ്റ് 6 വരുന്നത് സെൽഫ് സാക്രിഫൈസ് ആസ് ഫാഴ്സ്, വില്യം ഡീൻ ഹോവൽസിൻ്റെതാണ്. വില്യം ഡീൻ ഹോവൽസ് എഴുതിയിട്ടുള്ള അതീവ മൂർച്ചയുള്ള ഒരു ആക്ഷേപഹാസ്യം നിറഞ്ഞൊരു ഏകാംഗ പ്രഹസനമാണ് ഇത്. ഫാഴ്സ് ആണ്, 1 ആക്ട് ഫാഴ്സ് ആണ് കേട്ടോ ഇത്. ഓക്കെ, നമുക്കൊന്ന് സമ്മറി നോക്കാം. മനുഷ്യര് സമൂഹത്തിന് മുന്നിൽ തങ്ങൾ അതീവ ത്യാഗശാലികളാണെന്നും അതായത് നൊബിലിറ്റി ആൻഡ് സെൽഫ്ലെസ്നെസ് കാണിക്കുന്നതും അതുപോലെ അങ്ങേയറ്റത്തെ ഉദാരമനസ്കരാണെന്നും കാണിക്കാൻ നടത്തുന്ന കപട നാടകങ്ങളെയാണ് നാടകം പരിഹസിക്കുന്നത്. ഓക്കെ, ദ വെബ് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, നാടകത്തിലെ കഥാപാത്രങ്ങൾ തങ്ങളുടെ യഥാർത്ഥ ആഗ്രഹങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി തങ്ങൾ വലിയ കാര്യങ്ങൾ ത്യാഗം ചെയ്യാൻ തയ്യാറാണെന്ന് പരസ്പരം എന്താ പറയാ അഭിനയിക്കുന്നു. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ ഭാവിക്കുമ്പോൾ അടുത്തയാള് അതിലും വലിയ ത്യാഗം ചെയ്യാൻ മുന്നോട്ട് വരുന്നു. ഈ ഒരു അനാവശ്യമായിട്ടുള്ള ഈ ഒരു അഭിനയങ്ങൾ കാരണം സ്റ്റേജിൽ കടുത്ത ആശയക്കുഴപ്പങ്ങളും വലിയ തെറ്റിദ്ധാരണകളും അതീവ വിചിത്രമായ
അപകടകരമായ സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാവുകയാണ്. കഥാപാത്രങ്ങൾ സ്വയം കെണിയിൽ ചാടുകയും പിന്നീട് അതിൽ നിന്നും രക്ഷപ്പെടാൻ വിയർക്കുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യന്റെ അനാവശ്യമായിട്ടുള്ള അഹങ്കാരത്തെയും സമൂഹത്തിൽ നല്ല പിള്ള സമയം കാണിക്കുന്ന ആ ഒരു വാനിറ്റിയും ഹ്യൂമൻ വാനിറ്റി ആൻഡ് പ്രിറ്റൻസ് ഹാവൽസ് ഇതിൽ അതീവ ലളിതമായിട്ട് പരിഹസിക്കുന്നുണ്ട്. ഓക്കെ, ത്യാഗം എന്നത് അഭിനയിക്കാനുള്ളതല്ല എന്ന വലിയൊരു പാഠം ഈ ഒരു ചിരിയിലൂടെ നാടകം നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ഇത്രയാണ് ഈ ഒരു ബ്ലോക്ക് 2 മ്യൂസിക്കൽസ് ആൻഡ് ഫാൾസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 3 നാച്ചുറലിസം ഓർ റിയലിസം. സാഹിത്യത്തിലെ വിപ്ലവകരമായിട്ടുള്ള രണ്ട് പ്രസ്ഥാനങ്ങളായിട്ടുള്ള റിയലിസവും നാച്ചുറലിസവും നാടകവേദി എങ്ങനെ മാറ്റിമറിച്ചു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത്. അതോടൊപ്പം അമേരിക്കൻ നാടക ചരിത്രത്തിലെ ഏറ്റവും മികച്ച നാഴികക്കല്ലായിട്ടുള്ള ലൊറൈൻ ഹാൻസിബറിയുടെ എ റേസിൻ ഇൻ ദ സണ്ണ് എന്ന നാടകത്തിന്റെ റിയലിസ്റ്റിക് വശങ്ങളും അതിലെ മാർക്സിസ്റ്റ് വായനകളും നമ്മൾ ഇതിൽ അനലൈസ് ചെയ്യും. എക്സാമിന് വലിയ മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നതുകൊണ്ട് ഇതിൽ ഓരോ യൂണിറ്റിന്റെയും അതീവ വിശദമായിട്ടുള്ള പ്ലോട്ട് സമ്മറികളും തിയറീസും വെച്ചിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ പഠിച്ചു പോവാം. ഓക്കെ, സോ യൂണിറ്റ് 1 വരുന്നത് നാച്ചുറലിസം ഓർ റിയലിസം ദ കോൺസെപ്റ്റ്. ആദ്യമായിട്ട് ഈ ബ്ലോക്കിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സാഹിത്യ തിയറീസ് അതീവ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഫാന്റസികളും അമിത ഭാവനകളും നിറഞ്ഞ റൊമാൻറ്റിസത്തെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ട് മനുഷ്യ ജീവിതത്തെ അതെങ്ങനെയാണോ അങ്ങനെ തന്നെ പച്ചയായി സ്റ്റേജിൽ കാണിക്കുക എന്നൊരു ശൈലിയാണ് ഇത് രണ്ടും. ഓക്കെ, റിയലിസം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ദൈനംദിന ജീവിതവും അവർ സംസാരിക്കുന്ന സ്വാഭാവിക ഭാഷയും നാച്ചുറൽ ഡയലോഗ്സും അവരുടെ സാമൂഹിക പ്രശ്നങ്ങളും യാതൊരുവിധ കൃത്രിമത്വവും ഇല്ലാതെ സ്റ്റേജിൽ എത്തിക്കുന്ന രീതിയാണ് ഇത്. ഇവിടെ കഥാപാത്രങ്ങൾക്ക് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് തീരുമാനമെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ടായിരിക്കും. അടുത്തത് നാച്ചുറലിസം. ഇത് റിയലിസത്തിന്റെ തന്നെ കുറച്ചുകൂടി ഒരു കടുത്തതും സയന്റിഫിക്കും ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു നീളച്ചാലാണ്. അതായത് എക്സ്റ്റൻഷൻ ഓഫ് റിയലിസം ആണ്. ഒരു മനുഷ്യന്റെ ജീവിതം അവന്റെ നിയന്ത്രണത്തിലല്ല, മറിച്ച് അവന്റെ പാരമ്പര്യം, ഹെറിഡിറ്റി, അവൻ ജീവിക്കുന്ന ചുറ്റുപാട്, എൻവയോൺമെന്റ്, ദാരിദ്ര്യം, കടുത്ത സാമൂഹിക വ്യവസ്ഥകൾ എന്നിവയാൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. അതായത് ഓൾറെഡി ഡിറ്റർമൈൻഡ് ആണെന്നുള്ള ഒരു ഡിറ്റർമിനിസം എന്ന് നാച്ചുറലിസം വാദിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ മനുഷ്യന് ചോയ്സുകൾ അതീവ പരിമിതമായിരിക്കും. പട്ടിണി, അക്രമം, അടിച്ചമർത്തലുകൾ എന്നിവ ഇതിൽ കടുത്ത രീതിയിൽ തന്നെ ചിത്രീകരിക്കും. അതാണ് നാച്ചുറലിസത്തിൽ വരുന്നത്. ഇനി യൂണിറ്റ് 2 വരുന്നത് എ റൈസിൻ ഇൻ ദി സൺ ആസ് എ റിയലിസ്റ്റ് പ്ലേ. ഓക്കെ, അമേരിക്കൻ നാടകവേദിയിലെ സുപ്രധാനമായിട്ടുള്ള നാഴികക്കല്ലായ ലൊറൈൻ ഹാൻസിബറിയുടെ നാടകമാണ് ഇത്. ഒരു ആഫ്രിക്കൻ അമേരിക്കൻ സ്ത്രീ എഴുതിയിട്ടുള്ള നാടകം ആദ്യമായി ബ്രോഡ്വേയിൽ വൻ വിജയമായിട്ട് മാറുന്നത് ഇതിലൂടെയാണ്. വിഖ്യാത കവി ലാങ്സ്റ്റൺ ഹ്യൂസിന്റെ ഒരു സ്വപ്നം നീട്ടിവെച്ചാൽ അത് വെയിലത്ത് കിടക്കുന്ന മുന്തിരി പോലെ ഉണങ്ങിപ്പോകുമോ, ലൈക്ക് എ റൈസിൻ ഇൻ ദി സണ്ണ് എന്ന കവിതാ വരികളിൽ നിന്നാണ് ഈ ഒരു പേര് വരുന്നത്. ഓക്കെ, ഡീറ്റെയിൽഡ് പ്ലോട്ട് സമ്മറി നോക്കുകയാണെങ്കിൽ നാടകത്തിന്റെ പശ്ചാത്തലം 1950കളിലെ ചിക്കാഗോ നഗരത്തിലെ അതീവ ഇടുങ്ങിയ ജനാലകൾ പോലും ഇല്ലാത്ത ഒരു ചെറിയ അപ്പാർട്ട്മെന്റ് ആണ്. അവിടെ ജീവിക്കുന്ന അതീവ ദരിദ്രരായിട്ടുള്ള യങ്കർ ഫാമിലി എന്ന കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കുടുംബമാണ് കഥയിലെ ഒരു സെന്റർ എന്ന് പറയുന്നത്, കേന്ദ്രബിന്ദു. കുടുംബനാഥന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഇൻഷുറൻസ് തുകയായിട്ടുള്ള $10,000 വരാനിരിക്കുന്നതോടെയാണ് നാടകത്തിന്റെ പ്ലോട്ട് ആരംഭിക്കുന്നത്. ഈ ഒരു തുകയെ മുൻനിർത്തി കുടുംബത്തിലെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ വലിയ വലിയ സ്വപ്നങ്ങളാണ് ഉള്ളത്. ഓക്കെ, വാൾട്ടർ ലീ, ഒരു ധനികനാകാൻ ആഗ്രഹിക്കുന്ന വാൾട്ടർ ലീ മോസിന് ഡ്രൈവർ ആയിട്ട് ജോലി ചെയ്ത് മടുത്ത ഒരാളാണ്. അവൻ ഈ പണം മുഴുവൻ ഉപയോഗിച്ചിട്ട് ഒരു മദ്യഷോപ്പ്, ഒരു ലിക്വർ സ്റ്റോർ ബിസിനസ് ആരംഭിക്കണം എന്നുണ്ട്. പണം ഉണ്ടാക്കിയാൽ മാത്രമേ ഒരു കറുത്ത വർഗ്ഗക്കാരന് സമൂഹത്തിൽ അന്തസ് ഉണ്ടാകൂ എന്നാണ് അവന് വിശ്വസിക്കുന്നത്. ഓക്കെ, ലെന മമ. ഓക്കെ, യങ്ങർ മമ കുടുംബത്തിലെ പ്രായമായിട്ടുള്ള കാരണവരാണ്. ഇവർക്ക് ഈ ഒരു പണം കൊണ്ട് സ്വന്തമായിട്ട് ഒരു നല്ല വീട് വാങ്ങണം. വാടക വീടുകളിലെ കഷ്ടപ്പാടിൽ നിന്നും മാറി തങ്ങളുടെ കുട്ടികൾക്ക് കളിക്കാൻ ഒരു മുറ്റമുള്ള വീടാണ് ഈ ഒരു മമ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അമ്മയുടെ സ്വപ്നം എന്ന് പറയുന്നത്. അടുത്തത് ബെനീത്ത യങ്ങർ, വാൾട്ടറുടെ അനിയത്തിയാണ്. അതീവ ബുദ്ധിമതിയും കോളേജ് വിദ്യാർത്ഥിനിയുമായിട്ടുള്ള അവൾക്ക് ഒരു ഡോക്ടർ ആക്കണം. അവളുടെ പഠന ചെലവുകൾക്ക് ഈ ഒരു പണം വേണം. അതോടൊപ്പം കറുത്ത
വർഗക്കാരുടെ തനത് ആഫ്രിക്കൻ സംസ്കാരം വീണ്ടെടുക്കാനും അവള് ആഗ്രഹിക്കുന്നുണ്ട്. അടുത്തത് റൂത്ത് യങ്ങർ, വാൾട്ടറുടെ കഷ്ടപ്പെടുന്ന ഭാര്യയാണ്. ഇടുങ്ങിയ അപ്പാർട്ട്മെന്റിലെ ജീവിതം കാരണം അവള് തളർന്നിരിക്കുകയാണ്. അവള് വീണ്ടും ഗർഭിണിയാകുന്നതോടെ കുടുംബത്തിന്റെ ദാരിദ്ര്യം ഒന്നുകൂടെ അങ്ങോട്ട് ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അമ്മ പണത്തിന്റെ ഒരു ഭാഗം ഉപയോഗിച്ച് വെള്ളക്കാര് മാത്രം ജീവിക്കുന്ന ക്ലൈബോൺ പാർക്ക് എന്ന ഒരു ആഡംബര പ്രദേശത്ത് ഒരു വീട് അഡ്വാൻസ് ചെയ്യാണ്. ഓക്കെ, കറുത്ത വർഗ്ഗക്കാർ അവിടെ താമസിക്കാൻ വരുന്നത് ഇഷ്ടപ്പെടാത്ത വെള്ളക്കാരുടെ പ്രതിനിധിയായിട്ടുള്ള കാൾ ലിൻഡ്നർ അവിടെ വരികയും അവർക്ക് വലിയൊരു തുക വാഗ്ദാനം ചെയ്ത് ആ വീട് ഒഴിഞ്ഞു തരണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെ കാണിക്കുന്നത് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ്. ഇതിനിടയിൽ അമ്മ ബാക്കി തുക മുഴുവന് വാൾട്ടറെ വിശ്വസിപ്പിച്ച് ഏൽപ്പിക്കുകയാണ്. എന്നാൽ വാൾട്ടറുടെ ബിസിനസ് പങ്കാളി ആ പണം മുഴുവൻ തട്ടിയെടുത്ത് മുങ്ങുകയാണ് ചെയ്യുന്നത്. കുടുംബം പൂർണ്ണമായിട്ടും തകരുകയാണ്, ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒടുവിൽ വെള്ളക്കാരനായിട്ടുള്ള ലിൻഡ്നർ നൽകുന്ന പണം വാങ്ങി വീട് ഉപേക്ഷിക്കാൻ വാൾട്ടർ തീരുമാനിക്കുകയാണ്. എന്നാല് അവസാന നിമിഷം തന്റെ മകന്റെയും കുടുംബത്തിന്റെയും ആത്മാഭിമാനത്തിന് മുന്നിൽ പണം തോൽക്കണമെന്നും തങ്ങളെ വെള്ളക്കാരുടെ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ല എന്നും വാൾട്ടർ പ്രഖ്യാപിക്കുകയാണ്. കടുത്ത ദാരിദ്ര്യത്തിലും വംശീയ അധിക്ഷേപങ്ങളിലും തളരാതെ അവർ ആ ഒരു പുതിയ വീട്ടിലേക്ക് അന്തസ്സോടെ താമസം മാറുന്നതോടെയാണ് ഈ ഒരു നാടകം അവസാനിക്കുന്നത്. ഓക്കെ, ഇനി യൂണിറ്റ് 3, എ റേസിൻ ഇൻ ദി സൺ ആസ് എ മാർക്സിസ്റ്റ് പ്ലേ. ഇവിടെ നമ്മൾ ഫസ്റ്റില് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഈ ഒരു നാടകം ഏത് രൂപത്തിലാണ് നോക്കിയിട്ടുള്ളത്, ഒരു റിയലിസ്റ്റ് പ്ലേ ആയിട്ടാണ് നോക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ്, മാർക്സിസ്റ്റ് പ്ലേ ആയിട്ടാണ്. ഈ വിഖ്യാത നാടകത്തെ ഒരു മാർക്സിസ്റ്റ് കോണിലൂടെ എങ്ങനെ നോക്കി കാണാം എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. വർഗ സമരങ്ങളും ക്ലാസ് സ്ട്രഗിൾസും സാമ്പത്തിക അടിത്തറയും മനുഷ്യ ജീവിതത്തെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്ന് ഇതിലൂടെ നമ്മൾ വ്യക്തമാക്കുന്നുണ്ട്. എക്കണോമിക് ഡിറ്റർമിനിസം, അതായത് യങ്ങർ കുടുംബത്തിലെ ആഭ്യന്തര കലഹങ്ങൾക്കും മാനസിക വിഷമങ്ങൾക്കും കാരണം കപടമായിട്ടുള്ള ധാർമ്മിക പ്രശ്നങ്ങളല്ല, മറിച്ച് കടുത്ത സാമ്പത്തിക ഒരു അസമത്വങ്ങളാണ്. ക്യാപിറ്റലിസ്റ്റ് ഇനീക്വാളിറ്റി ആണ്. മൂലധനം ഇല്ലാത്തതുകൊണ്ട് മാത്രം അവർക്ക് മുന്നിൽ പുതിയ തൊഴിലവസരങ്ങൾ അടയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ കൊമോഡിഫിക്കേഷൻ ഓഫ് ഐഡന്റിറ്റി. വാൾട്ടർലി എന്ന കഥാപാത്രം മുതലാളിത്ത വ്യവസ്ഥിതിയുടെ ഇരയാണ്. പണമുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യനാകൂ എന്ന ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതി അവന്റെ മനസ്സിനെ അല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇൻഷുറൻസ് തുക എന്നത് വെറും ഒരു പണമല്ലാതെ ആഫ്രിക്കൻ അമേരിക്കൻ ജനതയ്ക്ക് മുതലാളിത്ത വ്യവസ്ഥിതിയിൽ നിന്ന് മോചനം നേടാനും അതുപോലെ സമൂഹത്തിൽ ഒരു മേൽവിലാസം ഉണ്ടാക്കാനുമുള്ള സോഷ്യൽ മൊബിലിറ്റി ഉണ്ടാക്കാനുമുള്ള സാമ്പത്തിക ആയുധമായിട്ടാണ് മാർക്സിസ്റ്റ് നിരൂപകർ ഇതിനെ കാണുന്നത്. ഇത്രയാണ് ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 3 വരുന്നത്. ബ്ലോക്ക് 4, ദി 20th സെഞ്ചുറി പോയറ്റിക് ഡ്രാമ. സാധാരണ ഈ ഒരു ഓർഡിനറി പ്രോസിന് പകരം കവിതയുടെയും താളത്തിന്റെയും സൗന്ദര്യം നാടകവേദിയിലേക്ക് തിരികെ കൊണ്ടുവന്ന കാവ്യ നാടകങ്ങളെ, പോയറ്റിക് ഡ്രാമയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ പഠിക്കുന്നത്. 20ാം നൂറ്റാണ്ടിലെ വിഖ്യാത പണ്ഡിതനും കവിയുമായിട്ടുള്ള TS ഏലിയറ്റിന്റെ നാടക സംഭാവനകൾ, കോൺട്രിബ്യൂഷൻസും അദ്ദേഹത്തിന്റെ അതീവ പ്രശസ്തമായിട്ടുള്ള ദ ഫാമിലി റീയൂണിയൻ എന്ന മോഡേണിസ്റ്റ് കാവ്യ നാടകത്തിന്റെ ആഴത്തിലുള്ള പ്ലോട്ടും തിയറിയുമാണ് ഇതിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, യൂണിറ്റ് 1 വരുന്നത് ഒറിജിൻ ഓഫ് പോയറ്റിക് ഡ്രാമ ഇൻ ദി ഏർലി 20th സെഞ്ചുറി. ആദ്യമായിട്ട് എന്താണ് ഈ കാവ്യ നാടകം അഥവാ പോയറ്റിക് ഡ്രാമ എന്ന കോൺസെപ്റ്റ് എന്ന് നമുക്ക് തിയറിറ്റിക്കൽ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. ദ സിംഫണി ഓഫ് വേഴ്സ്. നാടകത്തിലെ ഡയലോഗുകൾ പൂർണ്ണമായോ ഭാഗികമായോ സാധാരണ പ്രോസിന് പകരം കവിതയുടെ രൂപത്തിൽ റിട്ടേൺ ഇൻ വേഴ്സ് എഴുതുന്ന ശൈലിയാണ് ഇത്. കവിത നൽകുന്ന വൈകാരികമായിട്ടുള്ള തീവ്രതയും ഇമോഷണൽ പവർ അതുപോലെ നാടകത്തിന്റെ ആക്ഷനും ഘടനയും ഒന്നിച്ചു ചേരുമ്പോഴാണ് ഇത് അതീവ ശക്തമായിട്ട് മാറുന്നത്. ദ 20th സെഞ്ചുറി റിവൈവൽ. 19ാം നൂറ്റാണ്ടിലെ കടുത്ത റിയലിസ്റ്റിക് നാടകങ്ങൾ മനുഷ്യ ജീവിതത്തെ വെറുതെ ബാഹ്യമായി മാത്രം കാണിച്ചപ്പോൾ മനുഷ്യന്റെ ഉള്ളിലെ ആഴത്തിലുള്ള ആത്മീയ സംഘർഷങ്ങളും സ്പിരിച്വൽ കോൺഫ്ലിക്ട്സ്, ദാർശനിക ചിന്തകളും ആവിഷ്കരിക്കാൻ ഗദ്യം പോരാ എന്ന് 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ എഴുത്തുകാർ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് ഷേക്സ്പിയറുടെ കാലഘട്ടത്തിന് ശേഷം മോഡേൺ തിയേറ്ററിൽ കാവ്യ നാടകങ്ങളുടെ ഒരു വലിയൊരു പുനരുജ്ജീവനം ഉണ്ടാകുന്നത്. സമ്പന്നമായിട്ടുള്ള സിംബോളിസവും റിച്ച് ആയിട്ടുള്ള സിംബോളിസവും പിന്നെ അതുപോലെ ഇമേജറീസ് അതുപോലെ സംഗീതാത്മകമായിട്ടുള്ള താളവും ഒക്കെ ഇതിന്റെ സവിശേഷതകളിൽ പെട്ടതാണ്. യൂണിറ്റ് 2 വരുന്നത് TS ഏലിയറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു പോയറ്റിക് ഡ്രാമ.
ട്വന്റിങ് സെഞ്ചുറിയിൽ പോയറ്റിക് ഡ്രാമയെ ജനപ്രിയമായിരുന്നെങ്കിലും അതിന് പുതിയൊരു മുഖം നൽകുന്നതിലും ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഇതിഹാസമാണ് ടി.എസ്. എലിയറ്റ്, ദ മാസ്റ്റർ ഓഫ് വേഴ്സ് ഡ്രാമ. കാവ്യനാടകങ്ങള് വെറുമൊരു പഴയ ശൈലിയല്ല, മറിച്ച് ആധുനിക മനുഷ്യന്റെ കോംപ്ലക്സ് ആയിട്ടുള്ള ആ ഒരു മാനസികാവസ്ഥകൾ സ്റ്റേജിൽ കാണിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മീഡിയം ആണെന്ന് ഏലിയറ്റ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കവിതയെ അതീവ സാധാരണ സംഭാഷണങ്ങളുമായിട്ട് കോർത്തിണക്കിയിട്ടുണ്ട്. മേജർ ഡ്രമാറ്റിക് മാസ്റ്റർ പീസസ് അദ്ദേഹത്തിന്റെ വിഖ്യാതമായിട്ടുള്ള നാടകങ്ങളാണ്. ഒന്ന്, മേർഡർ ഇൻ ദ കാതഡ്രൽ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ വലിയ ഹിറ്റ് നാടകമാണ് കേട്ടോ ഇത്. അടുത്തത് ദ ഫാമിലി റീയൂണിയൻ, നമ്മളെ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്ക്. അടുത്തത് ദ കോക്ടെയിൽ പാർട്ടി. അടുത്തത് ദ കോൺഫിഡൻഷ്യൽ ക്ലർക്ക്. പിന്നെ ഒന്ന് ദ എൽഡർ സ്റ്റേറ്റ്സ്മാൻ. ഏലിയറ്റ് തന്റെ നാടകങ്ങളിൽ പുരാതന ഗ്രീക്ക് മിത്തോളജിയും ആധുനിക മനുഷ്യന്റെ ആത്മീയ ശൂന്യതയും സൈക്കോളജിക്കൽ സംഘർഷങ്ങളെയും അതീവ മനോഹരമായിട്ട് കൂട്ടിയിണക്കിയാണ് ആധുനിക നാടകവേദിയെ കടുത്ത രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ഇനി യൂണിറ്റ് 3 വരുന്നത് ദ ഫാമിലി റീയൂണിയൻ ആസ് എ പോയറ്റിക് ഡ്രാമ. ടി.എസ്. ഏലിയറ്റിന്റെ ഏറ്റവും മികച്ചതും അതീവ സങ്കീർണവുമായിട്ടുള്ള ഒരു മോഡേൺ വേഴ്സ് ഡ്രാമയാണ് ഇത്. പുരാതന ഗ്രീക്ക് ഇതിഹാസമായിട്ടുള്ള ഒറസ്റ്റൻസിന്റെ മിത്തിനെ ഒരു ആധുനിക ഇംഗ്ലീഷ് പശ്ചാത്തലത്തിലേക്ക് മാറ്റി എഴുതിയിട്ടുള്ള ഒരു റീഇന്റർപ്രിറ്റേഷൻ വർക്കാണ് ഇത് എന്ന് പറയുന്നത്. നാടകത്തിന്റെ പ്ലോട്ട് നടക്കുന്നത് ഇംഗ്ലണ്ടിലെ അതീവ പ്രൗഢിയുള്ള ഒരു വിശ്വറാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷുഡ് എന്ന ഒരു തറവാട്ട് വീട്ടിലാണ്. ഓക്കെ, വിശ്വഹാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തറവാട്ട് വീട്ടിലാണ്. ആ കുടുംബത്തിലെ കാരണവരായിട്ടുള്ള ആമി മോഡേൺ ചെൻസിയുടെ ജന്മദിനാഘോഷത്തിനായിട്ട് ബന്ധുക്കള് എല്ലാവരും ഒത്തുകൂടുന്നതോടെയാണ് നാടകം ആരംഭിക്കുന്നത്. ഓക്കെ ആണല്ലോ. 8 വർഷങ്ങൾക്ക് ശേഷം ആമിയുടെ മൂത്ത മകനായിട്ടുള്ള ഹാരി മോൺചെൻസി വീട്ടിലേക്ക് തിരിച്ചു വരുന്നതും അന്നേ ദിവസം തന്നെയാണ്. ഓക്കെ, ദ ഷാഡോ ഓഫ് ഗിൽറ്റ്. ഹാരി അതീവ കടുത്ത മാനസിക അസ്വസ്ഥതകളോടെയാണ് വീട്ടിൽ തിരിച്ചെത്തുന്നത്. കുറച്ചു കാലം മുമ്പ് ഒരു കപ്പൽ യാത്രക്കിടയിൽ അവന്റെ ഭാര്യ കടലിൽ വീണ് ദുരൂഹമായിട്ട് മരണപ്പെട്ടിരുന്നു. അവൾ അപകടത്തിൽപ്പെട്ടതാണോ അതോ താൻ തന്നെ അവളെ കടലിലേക്ക് തള്ളിയിട്ട് കൊന്നതാണോ എന്ന ഒരു കടുത്ത കുറ്റബോധം, ഗിൽറ്റ് ഹാരിയുടെ മനസ്സിനെ വല്ലാണ്ട് വേട്ടയാടുന്നുണ്ടായിരുന്നു. ദ പേഴ്സ്യൂട്ട് ഓഫ് ദി ഫ്യൂറീസ്. ഹാരിക്ക് സ്റ്റേജിൽ എല്ലായിടത്തും വിചിത്രമായിട്ടുള്ള ചില അദൃശ്യ രൂപങ്ങളെ കാണാൻ പറ്റും. ഗ്രീക്ക് പുരാണങ്ങളിൽ പാപം ചെയ്തവരെ വേട്ടയാടുന്ന, ശിക്ഷിക്കുന്ന ക്രൂരതയുടെ ഒരു പ്രതീകങ്ങളായാണ് ദ ഫ്യൂരീസ് എന്ന് പറയുന്ന പ്രതികാര ദേവതകള് ആണ് അവ. ഓക്കെ, ഹാരിയുടെ ഉള്ളിലെ കടുത്ത അസ്വസ്ഥതകളുടെയും അതുപോലെ മനസാക്ഷിയുടെയും പ്രതീകങ്ങളായാണ് ഏലിയറ്റ് ഇവരെ സ്റ്റേജിൽ കാണിക്കുന്നത്. ഹാരിയുടെ ചിറ്റയായിട്ടുള്ള അഗത അവന് വലിയൊരു ആത്മീയമായിട്ടുള്ള വഴികാട്ടിയായിട്ട് മാറുകയാണ്. ഹാരിയുടെ അച്ഛന് അവന്റെ അമ്മയായിട്ടുള്ള ആമിയോട് സ്നേഹമില്ലായിരുന്നുവെന്നും അഗതിയുമായി പ്രണയത്തിലായിരുന്ന അച്ഛന് പണ്ട് ഗർഭിണിയായ ആമിയെ കൊല്ലാൻ വരെ പദ്ധതിയിട്ടിരുന്നു എന്നുള്ള കടുത്ത കുടുംബ രഹസ്യം അഗത ഹാരിയോട് തുറന്നു പറയുകയാണ് ചെയ്യുന്നത്. ഈ രഹസ്യം കേൾക്കുന്നതോടെ ഹാരിക്ക് വലിയൊരു തിരിച്ചറിവുണ്ടാകുന്നു. തന്റെ ഉള്ളിലെ കുറ്റബോധം കേവലം ഭാര്യയുടെ മരണം കൊണ്ടല്ല, മറിച്ച് തന്റെ അച്ഛനിൽ നിന്നും പാരമ്പര്യമായി കിട്ടിയ പാപത്തിന്റെ തുടർച്ചയാണെന്ന് അവന് മനസ്സിലാക്കുകയാണ്. തന്നെ വേട്ടയാടിയ ഫ്യൂരിയസ് തന്നെ ശിക്ഷിക്കാനുള്ളവരല്ല, മറിച്ച് തന്നെ ആത്മീയമായ ശുദ്ധീകരണത്തിലേക്ക്, ഒരു സ്പിരിച്വൽ റിഡംഷനിലേക്ക് നയിക്കാനുള്ള മാലാഖമാരാണെന്ന് ഹാരി തിരിച്ചറിയാണ്. അവന് ആമിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ആ ആഡംബര വീടും സ്വത്തുക്കളും ഉപേക്ഷിച്ച് പാപപരിഹാരത്തിനായിട്ട് വീട് വിട്ടിറങ്ങാന് തീരുമാനിക്കുകയാണ്. ഹാരിയുടെ ഈ ഒരു അപ്രതീക്ഷിത വേർപാടിൽ തകർന്നു പോയ അമ്മ ആമി ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നതോടെയാണ് നാടകം ഒരു ട്രാജഡിയിലൂടെ അവസാനിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് യൂണിറ്റ് 4 മോഡേണിസം ഇൻ ദി ഫാമിലി റീയൂണിയൻ. ഓക്കെ, ഈ വിഖ്യാത നാടകത്തിലെ മോഡേണിസ്റ്റ് ഘടകങ്ങളും മോഡേണിസ്റ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. പരമ്പരാഗതമായിട്ടുള്ള നാടക നിയമങ്ങളെ പൂർണ്ണമായിട്ടും കാറ്റിൽ പറത്തിയിട്ടുള്ള ഒരു ക്ലാസിക് മോഡേൺ ടെക്സ്റ്റ് ആണ് ഇത്. ദ മിത്തിക്കൽ മെത്തേഡ്. ആധുനിക മനുഷ്യന്റെ ആത്മീയ ശൂന്യതയും ധാർമ്മിക തകർച്ചകളെയും കാണിക്കാൻ പഴയ ഗ്രീക്ക് മിത്തുകളെ സമകാലിക ഇംഗ്ലീഷ് ജീവിതവുമായിട്ട് ഏലിയറ്റ് ഇതിൽ കോർത്തിണക്കുന്നുണ്ട്.
സൈക്കോളജിക്കൽ റിയലിസം നാടകത്തില് വലിയ ബാഹ്യമായിട്ടുള്ള ആക്ഷനുകളോ പോരാട്ടങ്ങളോ ഇല്ല. പകരം കഥ മുഴുവൻ നടക്കുന്നത് ഹാരി എന്ന കഥാപാത്രത്തിന്റെ ആഭ്യന്തര മനസ്സിലാണ്. അതൊരു ഇന്നർ കോൺഫ്ലിക്റ്റ് ആണ് അവിടെ കാണുന്നത്. മനുഷ്യന്റെ ആ ഒരു ഏലിയനേഷന്, ഐസൊലേഷന്, അസ്തിത്വ ദുഃഖങ്ങള്, ഐഡന്റിറ്റി ക്രൈസിസ്, സാംസ്കാരികമായിട്ടുള്ള തകർച്ചകൾ എന്നിവയെല്ലാം പ്രതീകങ്ങളോട് സിംബലിസത്തിലൂടെയാണ് കവിതയുടെ എന്താ പറയാ കഷ്ണങ്ങളിലൂടെയും ഫ്രാഗ്മെന്റഡ് സ്ട്രക്ചറും ഒക്കെ ആയിട്ട് അതീവ മനോഹരമായിട്ട് തന്നെ ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു ബ്ലോക്ക് 4 നമുക്ക് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 5 അബ്സേർഡ് ഡ്രാമ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മനുഷ്യജീവിതം എത്രത്തോളം ശൂന്യവും അർത്ഥരഹിതവും ആണെന്നുള്ള ചിന്തയിൽ നിന്നും ഉടലെടുത്തിട്ടുള്ള അബ്സേർഡ് തിയേറ്ററും, അതായത് തിയേറ്റർ ഓഫ് ദി അബ്സേർഡ്, അതിന്റെ പശ്ചാത്തലത്തില് എഡ്വേർഡ് ആൽബി രചിച്ചിട്ടുള്ള ഹു ഈസ് അഫ്രെയ്ഡ് ഓഫ് എ വെർജീനിയ വൂൾഫ് എന്ന വിഖ്യാത നാടകവുമാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. യൂണിറ്റ് 1 ദ ഐഡിയ ഓഫ് ദി അബ്സേർഡ് ഡ്രാമ. ആദ്യമായി എന്താണ് ഈ ഒരു അബ്സേർഡ് ഡ്രാമ എന്നുള്ള കോൺസെപ്റ്റ് എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കാം. ദ മീനിങ്ലെസ് എക്സിസ്റ്റൻസ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭീകരതകള് കണ്ടതിനു ശേഷം മനുഷ്യന് പ്രപഞ്ചത്തിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മനുഷ്യ ജീവിതം തികച്ചും അർത്ഥരഹിതവും, അതായത് മീനിങ്ലെസ്സും ലക്ഷ്യമില്ലാത്തതുമാണെന്ന ആ ഒരു എക്സിസ്റ്റൻഷ്യലിസം അഥവാ എന്താ പറയാ അസ്തിത്വവാദം, എന്താ പറയാ തത്വശാസ്ത്രമാണ് ഈ ഒരു പ്രസ്ഥാനത്തിന് അടിത്തറയിട്ടിട്ടുള്ളത്. കോർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പരമ്പരാഗത നാടകങ്ങളിലെ പോലെ യുക്തിഭദ്രമായിട്ടുള്ള ഒരു പ്ലോട്ടോ, അതായത് ഒരു ലോജിക്കൽ പ്ലോട്ടോ അല്ലെങ്കിൽ ഒരു ഹീറോയോ ഒന്നും ഇതിലുണ്ടാവില്ല. പകരം വിചിത്രമായിട്ടുള്ള സാഹചര്യങ്ങള്, അതുപോലെ തകർന്ന ആശയവിനിമയം, അതായത് കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ, ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് ചെയ്യല് എന്നിവയിലൂടെ ആധുനിക മനുഷ്യന്റെ ആന്തരിക ശൂന്യതയാണ് ഈ ഒരു അബ്സേർഡ് നാടകങ്ങൾ കാണിക്കുന്നത്. സാമുവൽ ബെക്കറ്റ്, അതുപോലെ യുജീൻ അയനെസ്കോ എന്നിവർക്കൊപ്പം അമേരിക്കൻ നാടകവേദിയിൽ ഈ ഒരു സ്റ്റൈൽ കൊണ്ടുവന്നത് എഡ്വേർഡ് ആൽബിയാണ്. ഓക്കെ ആണല്ലോ. യൂണിറ്റ് 2 വരുന്നത് അബ്സർഡ് ഡ്രാമ ടെക്നിക്ക്. അബ്സേർഡ് നാടകകൃത്തുകള് സ്റ്റേജിൽ ഉപയോഗിക്കുന്ന വിപ്ലവകരമായിട്ടുള്ള സാങ്കേതിക വിദ്യകളെ കുറിച്ചാണ്, ടെക്നിക്സിനെ പറ്റിയിട്ടാണ് ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ദ സർക്കുലർ പ്ലോട്ട്, വൃത്താകൃതിയിലുള്ള പ്ലോട്ട്. ഈ നാടകങ്ങൾക്ക് കൃത്യമായ തുടക്കമോ ഒടുക്കമോ, ഒരു നല്ലൊരു സ്റ്റാർട്ടിങ്ങോ അല്ലെങ്കിൽ ഒരു എൻഡിങ്ങോ ആയിരിക്കും ഉണ്ടാവുക. ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് എൻഡിങ് എന്ന് പറയാൻ പറ്റില്ല. കഥ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ വന്ന് നിൽക്കും, മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഓക്കെ. സൈലന്റ് ആൻഡ് പോസസ്. ഡയലോഗുകൾക്ക് നൽകുന്ന അതേ പ്രാധാന്യം ഇതിലെ നിശബ്ദതയ്ക്കും, അതായത് സൈലൻസിനും നൽകാറുണ്ട്. മനുഷ്യർ അനുഭവിക്കുന്ന കടുത്ത ഒറ്റപ്പെടലിനെയാണ് ഈ ഒരു നിശബ്ദതകൾ സൂചിപ്പിക്കുന്നതും. ബ്ലാക്ക് ഹ്യൂമർ, കറുത്ത ഹാസ്യം, അതായത് അതീവ ദാരുണവും ഭീകരവുമായിട്ടുള്ള ട്രാജിക് സാഹചര്യങ്ങളെ അതീവ കോമഡിയായി സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇത്. അങ്ങനത്തെ ഒരു സ്റ്റൈല്. ചിരിക്കണോ കരയണോ എന്ന് വരെ പ്രേക്ഷകർ വിയർക്കുന്ന അവസ്ഥ ഇതിലൂടെ ഉണ്ടാകുന്നു. അതോടൊപ്പം അതീവ ലളിതമായിട്ടുള്ള സ്റ്റേജ് സെറ്റിങ്ങും ഇതിന്റെ ഒരു പെക്യുലാരിറ്റി തന്നെയാണ്. അടുത്ത യൂണിറ്റ് 3 ഹു ഈസ് അഫ്രെയ്ഡ് ഓഫ് വെർജീനിയ വൂൾഫ്, കോണ്ടെക്സ്റ്റുവലൈസിംഗ് ദ ടെക്സ്റ്റ്. എഡ്വേർഡ് ആൽബിയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഈ ഒരു നാടകം പുറമേക്ക് അതീവ സമാധാനപരമാണെന്ന് തോന്നിക്കുന്ന അമേരിക്കൻ ദാമ്പത്യ ജീവിതങ്ങളുടെ ഉള്ളിലെ കപടതകൾ തുറന്നു കാട്ടുന്ന ഒന്നാണ്. ഓക്കെ. നാടകത്തിന്റെ പ്ലോട്ട് നടക്കുന്നത് ഒരു സർവകലാശാലയിലെ ഹിസ്റ്ററി പ്രൊഫസർ ആയിട്ടുള്ള ജോർജ് അവന്റെ ഭാര്യ മാർത്ത എന്നിവരുടെ വീട്ടിലാണ്. ഓക്കെ. മാർത്ത ആ കോളേജ് പ്രസിഡന്റിന്റെ മകളാണ്. ഒരു രാത്രിയിലെ ലേറ്റ് നൈറ്റ് പാർട്ടിക്ക് ശേഷം അവര് തങ്ങളുടെ വീട്ടിലേക്ക് പുതുതായി കോളേജിൽ ചേർന്ന യുവ ബയോളജി പ്രൊഫസർ ആയിട്ടുള്ള നിക്ക്, അവന്റെ ഭാര്യ ഹണി എന്നിവരെ ക്ഷണിക്കുന്നതോടെയാണ് ഈ ഒരു നാടകം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. പുലർച്ചെ 2 മണി മുതൽ നേരം വെളുക്കുന്നത് വരെയുള്ള സമയത്താണ് ഈ ഒരു കഥ നടക്കുന്നത്. ജോർജും മാർത്തയും കടുത്ത മദ്യപാനികളാണ്. അവര് പരസ്പരം ക്രൂരമായിട്ട് അധിക്ഷേപിക്കാനും മാനസികമായിട്ട് തളർത്താനുമുള്ള ഒരു വിചിത്രമായിട്ടുള്ള ഒരു കളിയിലാണ്, ഒരു സൈക്കോളജിക്കൽ ഗെയിമിലാണ്. തങ്ങളുടെ വീട്ടിൽ വന്ന അതിഥികളായ നിക്കിനെയും ഹണിയെയും അവർ ഈ ഒരു കളിയിലേക്ക് എന്താ പറയാ ഇങ്ങോട്ടേക്ക് വലിച്ചഴക്കുകയാണ് ചെയ്യുന്നത്. എക്സ്പോസിംഗ് ദ ഇല്യൂഷൻസ്. രാത്രി പുരോഗമിക്കുമ്പോൾ മദ്യത്തിന്റെ ലഹരിയിൽ ഓരോരുത്തരുടെയും ഉള്ളിലെ കറുത്ത രഹസ്യങ്ങൾ പുറത്തു വരികയാണ്. ഓക്കെ. ഹണി വ്യാജ ഗർഭധാരണം അഭിനയിച്ചാണ് നിക്കിനെ വിവാഹം കഴിച്ചതെന്നും നിക്ക് പണത്തിന് വേണ്ടിയാണ് അവളെ കൂടെ കൂട്ടിയതെന്നും ജോർജ് കണ്ടെത്തുകയാണ്. മനസ്സിലായോ? മാർത്തയാകട്ടെ നിക്കിനെ ജോർജിന് മുന്നിൽ വെച്ച് ലൈംഗികമായി പ്രലോഭിപ്പിക്കാൻ വരെ ശ്രമിക്കുന്നുണ്ട്.
അദൃശ്യനായ മകൻ, ദ ഇമാജിനറി സൺ. നാടകത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റും പ്രതീകവുമാണ്, സിമ്പിളുമാണ് കേട്ടോ ഇത്. ജോർജിനും മാർത്തയ്ക്കും 21 വയസ്സായിട്ടുള്ള ഒരു മകനുണ്ടെന്ന് അവർ അതിഥികളോട് പറയുന്നുണ്ട്. എന്നാൽ കഠിനമായ യാഥാർത്ഥ്യം എന്തെന്നാൽ അവർക്ക് കുട്ടികളില്ലായിരുന്നു. തങ്ങളുടെ ദാമ്പത്യത്തിലെ വന്ധ്യതയും അതുപോലെ വൈകാരികമായിട്ടുള്ള ശൂന്യതയും ഇമോഷണൽ എംപ്റ്റിനെസ്സും ഒക്കെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും ചേർന്ന് ഭൂതകാലത്തിൽ നിർമ്മിച്ചെടുത്ത ഒരു വ്യാജ സങ്കല്പം മാത്രമായിരുന്നു ആ ഒരു മകന്, ഒരു ഇമാജിനറി സൺ. അങ്ങനെ ഒരു മോന് ഇല്ല, പക്ഷെ എല്ലാവരുടെ അടുത്തും അവർ പറഞ്ഞിട്ടുണ്ട്. നാടകത്തിന്റെ അവസാനം മാർത്ത തങ്ങളുടെ നിയമങ്ങൾ തെറ്റിച്ച് മകനെ കുറിച്ചുള്ള രഹസ്യം പുറത്തുള്ളവരോട് പറഞ്ഞ ആ ഒരു കടുത്ത ദേഷ്യത്തില് ജോർജ് വലിയൊരു കടുങ്കൈ ചെയ്യാണ്. തങ്ങളുടെ മകൻ ഒരു കാർ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു എന്ന് അവര് പ്രഖ്യാപിക്കുന്നു. അതോടെ അവരുടെ ഉള്ളിലെ ആ ഒരു വലിയ കപട സ്വപ്നം തകർന്നടയാണ്. ഓക്കെ, നേരം വെളുക്കുമ്പോൾ എല്ലാ വ്യാജ ഇല്യൂഷൻസും തകർന്ന് കഠിനമായിട്ടുള്ള യാഥാർത്ഥ്യത്തെ നേരിടാൻ ഭയന്ന് ജോർജിന്റെ നെഞ്ചിലേക്ക് വീണ് കരയുന്ന മാർത്തയെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു നാടകം ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് യൂണിറ്റ് 4 ഹു ഈസ് അഫ്രൈഡ് ഓഫ് വെർജീനിയ വുൾഫ് ആസ് എൻ അബ്സർഡ് ഡ്രാമ. ഈ നാടകം പുറമേക്കൊരു സാധാരണ റിയലിസ്റ്റിക് കുടുംബ നാടകമായിട്ട് തോന്നുമെങ്കിലും അതിനുള്ളിലെ അബ്സേർഡ് വശങ്ങൾ, അതിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റ് നോക്കുന്നത്. ഓക്കെ, ദ ബ്ലറഡ് ലൈൻ ഓഫ് റിയാലിറ്റി. നാടകത്തിലുടനീളം എന്താണ് യാഥാർത്ഥ്യം, ഏതാണ് സങ്കല്പം, അതായത് ഒരു ഇല്യൂഷൻ വേഴ്സസ് റിയാലിറ്റി എന്താന്ന് തിരിച്ചറിയാൻ കഥാപാത്രങ്ങൾക്കും പ്രേക്ഷകർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. തങ്ങളുടെ ജീവിതത്തിലെ ശൂന്യത മറയ്ക്കാന് മനുഷ്യന് കപടമായിട്ടുള്ള ഭ്രാന്തൻ ചിന്തകളെ കൂട്ടുപിടിക്കുന്നു എന്ന് ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ദ ബ്രേക്ക് ഡൗൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ. കഥാപാത്രങ്ങൾ പരസ്പരം സംസാരിക്കുന്നുണ്ടെങ്കിലും അവയൊന്നും അർത്ഥവത്തായിട്ടുള്ള ആശയവിനിമയങ്ങളല്ല, പകരം പരസ്പരം വേദനിപ്പിക്കാനുള്ള വാക്കുകളുടെ ഒരു അക്രമങ്ങൾ മാത്രമായിട്ടാണ് അത് കണക്കാക്കുന്നത്. മനുഷ്യന്റെ അസ്തിത്വപരമായിട്ടുള്ള ആ ഒരു ഏകാന്തതയെയും, അതായത് ഒരു എക്സിസ്റ്റൻഷ്യൽ ലോൺലിനെസ്, അതുപോലെ അമേരിക്കൻ സ്വപ്നത്തിന്റെ ആ ഒരു അമേരിക്കൻ ഡ്രീമിന്റെ പൊള്ളത്തരങ്ങളെയും തുറന്നു കാട്ടിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു അബ്സേർഡ് കൃതിയാണ് ഇത് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഇത്രയാണ് ഈ ഒരു ബ്ലോക്ക് 5 ആയിട്ടുള്ള അബ്സേർഡ് ഡ്രാമയിൽ നമുക്ക് പഠിക്കാൻ വരുന്നത്. ബ്ലോക്ക് 6 എക്സ്പ്രഷനിസം. ഓക്കെ, യാഥാർത്ഥ്യത്തെ ബാഹ്യമായിട്ട് കാണിക്കുന്ന റിയലിസത്തോട് പൂർണ്ണമായിട്ടും വിട പറഞ്ഞ് മനുഷ്യന്റെ ഉള്ളിലെ ഭയം, ഭ്രാന്തൻ ചിന്തകള്, കുറ്റബോധം എന്നിവയെ സിമ്പലിലൂടെ സ്റ്റേജിൽ എത്തിച്ചിട്ടുള്ള ഒരു എന്താ പറയാ എക്സ്പ്രഷനിസ്റ്റ് സാങ്കേതിക വിദ്യയും അമേരിക്കൻ നാടകവേദിയുടെ പിതാവായിട്ടുള്ള യൂജീൻ ഒനീലിന്റെ രചിച്ചിട്ടുള്ള വിഖ്യാത നാടകമായിട്ടുള്ള ദ എംപറർ ജോൺസിന്റെ അതീവ ആഴത്തിലുള്ള പ്ലോട്ടും ഒക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഓക്കെ, സോ യൂണിറ്റ് 1 എക്സ്പ്രഷനിസം ദി കോൺസെപ്റ്റ്. ആദ്യമായി എന്താണ് ഈ എക്സ്പ്രഷനിസം എന്ന വിപ്ലവകരമായിട്ടുള്ള തിയറി എന്നുള്ളത് തികച്ചും ഒന്ന് ഡീപ്പായിട്ട് തന്നെ മനസ്സിലാക്കാം. എന്താന്നുള്ളത് സിമ്പിൾ ആണ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജർമ്മനിയിലാണ് ഈ ഒരു പ്രസ്ഥാനം ജന്മമെടുക്കുന്നത്. ദ ഇന്റേണൽ റിയാലിറ്റി. റിയലിസം ലോകത്തെ വസ്തുനിഷ്ഠമായും ബാഹ്യമായും, അതായത് എക്സ്റ്റേണൽ വേൾഡ് ഒബ്ജക്റ്റീവ്ലി ആയിട്ട് കാണിച്ചപ്പോൾ എക്സ്പ്രഷനിസം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് മനുഷ്യന്റെ ഉള്ളിലെ കടുത്ത വികാരങ്ങള്, ഭയങ്ങള്, സ്വപ്നങ്ങള്, ഒരു ഇന്നർ ഇമോഷൻസ്, ഫിയർ, ഡ്രീം, ഇതൊക്കെയായിരുന്നു. ഓക്കെ, റിയാലിറ്റി ആസ് ഇറ്റ് ഈസ് ഫെൽറ്റ്. ലോകം പുറമേക്ക് എങ്ങനെ കാണപ്പെടുന്നു എന്നുള്ളതല്ല പ്രധാനം, മറിച്ച് ഒരു വ്യക്തിക്ക് അത് എങ്ങനെ മാനസികമായിട്ട് എങ്ങനെ അനുഭവപ്പെടുന്നു, റിയാലിറ്റി ആസ് ഇറ്റ് ഫെൽറ്റ് എന്നാണ് എക്സ്പ്രഷനിസം സ്റ്റേജിൽ വരച്ചു കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ബാഹ്യമായ സത്യങ്ങളെക്കാൾ വൈകാരികമായിട്ടുള്ള സത്യങ്ങൾക്കാണ്, ഇമോഷണൽ ട്രൂത്തിനാണ് ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, യൂണിറ്റ് 2 വരുന്നത് ദ ടെക്നിക് ഓഫ് എക്സ്പ്രഷനിസം. എക്സ്പ്രഷനിസ്റ്റ് നാടകകൃത്തുകള് ഒരു കഥാപാത്രത്തിന്റെ തകർന്ന മാനസികാവസ്ഥ സ്റ്റേജിൽ ദൃശ്യവൽക്കരിക്കാൻ ഉപയോഗിക്കുന്ന വിപ്ലവകരമായിട്ടുള്ള സാങ്കേതിക വിദ്യകളെ, ടെക്നിക്സിനെയാണ് ഈ ഒരു യൂണിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മേജർ ടെക്നിക്സ്. ഒന്ന്, സിംബോളിക് ക്യാരക്ടേഴ്സ്. കഥാപാത്രങ്ങൾക്ക് സ്വന്തമായി പേരോ വ്യക്തിത്വമോ ഉണ്ടാവില്ല, പകരം അവര് ചില വലിയ ആശയങ്ങളുടെയോ അല്ലെങ്കിൽ സമൂഹത്തിന്റെയോ ഒരു സിമ്പൽ ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ ദ ബില്യണയർ അല്ലെങ്കിൽ ദ ഓഫീസർ, അങ്ങനെയൊക്കെ. അടുത്തത് ഡ്രീം സീക്വൻസസ് ഓർ ഹാലൂസിനേഷൻസ്. സ്റ്റേജിലെ രംഗങ്ങൾ പലപ്പോഴും വിചിത്ര സ്വപ്നങ്ങളായോ അല്ലെങ്കിൽ ഭീതിതമായിട്ടുള്ള ദുസ്വപ്നങ്ങളോ ഒരു നൈറ്റ് മെയർസോ ഒക്കെ പോലെ ആയിരിക്കും. അടുത്തത് നോൺ റിയലിസ്റ്റിക് ആൻഡ്
ഡിസ്റ്റോർട്ടഡ് സെറ്റിങ്സ്. സ്റ്റേജ് സെറ്റുകൾ യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്നവരായിരിക്കില്ല. ഓക്കെ, വളഞ്ഞു പൊളഞ്ഞ ചുവരുകളും വിചിത്രമായിട്ടുള്ള ആകൃതിയിലുള്ള ജനലുകളും ഒക്കെ മനുഷ്യന്റെ ഭ്രാന്തമായിട്ടുള്ള മാനസികാവസ്ഥയാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ലൈറ്റിംഗ് ആൻഡ് സൗണ്ട് എഫക്ട്സ്. സമയവും സ്ഥലവും മാറി മറിയുന്ന അതീവ വിചിത്രമായിട്ടുള്ള കളർ ലൈറ്റിങ്ങും ഭയം ഉണ്ടാക്കുന്ന ടൈപ്പ് ബാക്ക്ഗ്രൗണ്ട് വോയിസസും ശബ്ദങ്ങളും ഒക്കെയാണ് കൊടുക്കുക. അതായത് ഹൃദയമിടിപ്പ് അല്ലെങ്കിൽ ഡ്രംസിൻ്റെത് അതൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കാം. ഓക്കെ, അടുത്ത യൂണിറ്റ് 3 ദ എംബറർ ജോൺസ് ആസ് എൻ എക്സ്പോസിഷൻ ഓഫ് എക്സ്പ്രഷനിസം. ഓക്കെ, നൊബേൽ സമ്മാന ജേതാവായിട്ടുള്ള യുജീൻ ഒനീൽ 1920 രചിച്ചിട്ടുള്ള അതീവ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ലാസിക് എക്സ്പ്രഷനിസ്റ്റ് നാടകമാണ് ഇത്. ഒരു മനുഷ്യന്റെ ഉള്ളിലെ കുറ്റബോധവും ഭയവും അവനെ എങ്ങനെയാണ് മാനസികമായിട്ട് വേട്ടയാടി കൊന്നുകളയുന്നത് എന്നാണ് ഒനീൽ ഈ ഒരു എന്താ പറയാ അതീവ ഭീകരമായിട്ട് ഈ ഒരു വർക്കിൽ വരച്ചു കാട്ടുന്നത്. സോ ദ റൈസ് ഓഫ് ബ്രൂട്ടസ് ജോൺ. നാടകത്തിലെ കേന്ദ്ര കഥാപാത്രം ബ്രൂട്ടസ് ജോൺസ് എന്ന ഒരു ആഫ്രിക്കൻ അമേരിക്കൻ യുവാവാണ്. അമേരിക്കയിൽ വെച്ച് ഒരു ചൂതാട്ടത്തിനിടയിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് ജയിലിലായിട്ടുള്ള ജോൺസ് അവിടെ നിന്നും ജയിലിൽ ചാടിയിട്ട് വെസ്റ്റ് ഇൻഡീസിലെ കാരബീൻ ഐലാൻഡിലെ ഒരു ചെറിയ ദ്വീപിൽ വന്നെത്തുവാണ്. അതീവ ബുദ്ധിമാനായിട്ടുള്ള ജോൺസ് അവിടുത്തെ നിഷ്കളങ്കരായിട്ടുള്ള പ്രാദേശിക ആദിവാസി ജനങ്ങളെ കബളിപ്പിച്ചിട്ട് അവിടുത്തെ ഭരണാധികാരി അഥവാ ചക്രവർത്തി എംബറർ ആയിട്ട് സ്വയം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്നെ സാധാരണ വെടിയുണ്ടകൾ കൊണ്ട് കൊല്ലാൻ കഴിയില്ലെന്നും വെള്ളി വെടിയുണ്ടക്ക് സിൽവർ ബുള്ളറ്റ് കൊണ്ട് മാത്രമേ തന്റെ ജീവൻ എടുക്കാൻ സാധിക്കൂ എന്നൊക്കെ അവന് ജനങ്ങളെ പറഞ്ഞിട്ട് വിശ്വസിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സ്മിതേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വെള്ളക്കാരനായിട്ടുള്ള വ്യാപാരിയുമായിട്ട് ചേർന്ന് അവൻ ജനങ്ങളെ കടുത്ത രീതിയിൽ ചൂഷണം ചെയ്യുക, എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും വലിയ രീതിയിൽ പണം സമ്പാദിക്കുകയൊക്കെ ചെയ്യാണ്. ഓക്കെ, 2.5 വർഷത്തെ ക്രൂരമായിട്ടുള്ള ഭരണത്തിന് ശേഷം ജോൺസിന്റെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആദിവാസികള് അവനെതിരെ ഒരു വിപ്ലവം അല്ലെങ്കിൽ ഒരു റിവോൾട്ട് ആരംഭിക്കുകയാണ്. ഓക്കെ, ദ്വീപിലെ കൊട്ടാരത്തിൽ നിന്നും വലിയൊരു ഡ്രം കൊട്ടുന്ന ശബ്ദം, ഡ്രം ബീറ്റ് എന്നാണ് പറയുന്നത്, ഡ്രം കൊട്ടുന്ന ശബ്ദം കേൾക്കുന്നതോടെ ജനങ്ങൾ തനിക്കെതിരെ ആയുധമെടുത്തു എന്ന് ജോൺസ് തിരിച്ചറിയാണ്. അവൻ പണവുമായിട്ട് ദ്വീപിലെ അതീവ ഭീകരമായിട്ടുള്ള കാട്ടിലേക്ക്, ദ ഗ്രേറ്റ് ഫോറസ്റ്റിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എക്സ്പ്രഷനിസ്റ്റ് എന്താ പറയാ ദ സബ് കോൺഷ്യസ് ജേർണി ഇൻ ദി ഫോറസ്റ്റ്. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ പൂർണ്ണമായിട്ട് നടക്കുന്നത് ഈ ഒരു കറുത്ത കാട്ടിലാണ്. അത്രയും എന്താ പറയാ ഒരു ഗ്രേറ്റ് ഫോറസ്റ്റ് എന്നാണ് പറയുന്നത്. ഈ കാട് കേവലം മരങ്ങൾ നിറഞ്ഞ ഒന്നല്ല, മറിച്ച് അത് ജോൺസ് എന്ന മനുഷ്യന്റെ ഉപബോധ മനസ്സിന്റെ ആ ഒരു സിമ്പിൾ ആയിട്ടാണ് കാണിക്കുന്നത്. കാട്ടിൽ വെച്ച് അവന് വഴി തെറ്റുകയും അതുപോലെ കടുത്ത ഇരുട്ടിൽ അവന് തന്റെ ഉള്ളിൽ ആ ഒരു പഴയ ക്രൂരതകളുടെയും ഒക്കെ വംശീയ ചരിത്രത്തിന്റെയും വിചിത്രമായിട്ടുള്ള കാഴ്ചകൾ, ഹാലൂസിനേഷൻസ് ആൻഡ് വിഷൻസ് കാണാൻ തുടങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. തന്റെ ഭയം മാറ്റാൻ അവർ ഓരോ രംഗത്തിലും തന്റെ തോക്കിലെ വെടിയുണ്ടകൾ ഉപയോഗിക്കുന്നുണ്ട്. ദ ഗോസ്റ്റ് ഓഫ് ജെഫ്. താൻ പണ്ട് അമേരിക്കയിൽ വെച്ച് കൊലപ്പെടുത്തിയിട്ടുള്ള സുഹൃത്ത് ജെഫിന്റെ പ്രേതം കാട്ടിലിരുന്ന് ചൂതാട്ടത്തിൽ ഏർപ്പെടുന്നത് അവൻ കാണുകയാണ്. ഓക്കെ, ഭയന്നു പോയിട്ടുള്ള ജോൺസ് തന്റെ കയ്യിലുള്ള തോക്കിലെ 1ാമത്തെ വെടിയുണ്ട എടുത്തിട്ട് ആ ഒരു രൂപത്തിന് നേരെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ജയിലിൽ വെച്ച് തന്നെ ക്രൂരമായിട്ട് മർദ്ദിച്ച താൻ ഒടുവിൽ തല്ലിക്കൊന്ന ജയിൽ ഗാർഡിന്റെ രൂപം അതും അവന് കാണുന്നുണ്ട്. 2ാമത്തെ വെടിയുണ്ടയും അവന് അവിടെ തീർക്കുകയാണ്. അടുത്തത് തുടർന്ന് അവൻ പിന്നിലേക്ക് വഴുതി വീഴുന്നത് തന്റെ വ്യക്തിപരമായിട്ടുള്ള ഓർമ്മകളിലേക്കല്ല, മറിച്ച് കറുത്ത വർഗക്കാരുടെ വംശീയമായിട്ടുള്ള വലിയൊരു ചരിത്രത്തിലേക്കാണ്. വെള്ളക്കാര് കറുത്ത വർഗക്കാരെ ലേലത്തിൽ വിൽക്കാൻ വെച്ചിരുന്ന ഒരു പഴയ അടിമച്ചന്ത അവന് കാണുന്നുണ്ട്. അവൻ ഭയന്ന് നിലവിളിച്ചുകൊണ്ട് അടുത്ത വെടിയുണ്ടകളും തീർക്കുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ ആഫ്രിക്കൻ ഗോത്രങ്ങളിലെ മന്ത്രവാദിയും നദിയിൽ നിന്നും എന്താ പറയാ ഉയർന്നു വരുന്ന ഭീമാകാരനായിട്ടുള്ള ഒരു മുതലയും അവനെ വിഴുങ്ങാൻ വരുവാണ്. തന്റെ കയ്യിലുള്ള അവസാനത്തെ വെടിയുണ്ടയായിട്ടുള്ള വെള്ളി വെടിയുണ്ട, അതായത് സിൽവർ ബുള്ളറ്റും അവൻ ആ ഒരു മുതലയ്ക്ക് നേരെ വെക്കുക ചെയ്യുന്നത്. തൂക്കിലെ വെടിയുണ്ടകൾ തീരുകയും കടുത്ത മാനസിക പീഡനങ്ങളാൽ തകരുകയും ചെയ്ത ജോൺസ് നേരം വെളുക്കുമ്പോൾ കാടിന്റെ മറുഭാഗത്ത് ബോധമില്ലാതെ വീണ് കിടക്കുകയാണ്. വിപ്ലവകാരിയായിട്ടുള്ള ആദിവാസികള് തങ്ങൾ പ്രത്യേകമായി നിർമ്മിച്ച വെള്ളി വെടിയുണ്ടകൾ ഉപയോഗിച്ച് ജോൺസിനെ വെടിവെച്ച് കൊല്ലുന്നതോടെയാണ് ആ ഒരു നാടകം അവിടെ അവസാനിക്കുന്നത്. സോ അത്രയാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. ഇനി യൂണിറ്റ് 4 വരുന്നത് ഒജീൻ നീൽ ആസ് എ പയനിയർ ഓഫ് സൈക്കോളജിക്കൽ ഡ്രാമ.
അമേരിക്കൻ നാടകവേദിയുടെ പിതാവായിട്ടുള്ള ഒജിയൻ നീലിനെ കണക്കാക്കുന്നതിന്റെ കാരണങ്ങളും അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനകളും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസും ഒക്കെയാണ് ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ദി എക്സ്പ്ലോറർ ഓഫ് സബ് കോൺഷ്യസ്നെസ്, ബാഹ്യമായിട്ടുള്ള സംഭാവനകൾക്ക് കോൺട്രിബ്യൂഷൻസിന് പ്രാധാന്യം നൽകുന്നതിന് പകരം മനുഷ്യന്റെ ഉപബോധ മനസ്സിനെ, സബ് കോൺഷ്യസ് മൈൻഡിനെ നാടകവേദിയിൽ കീറി മുറിച്ച് പരിശോധിച്ചിട്ടുള്ള ആദ്യത്തെ അമേരിക്കൻ നാടകാകൃത്താണ് അദ്ദേഹം. ഓക്കെ, മാസ്റ്റർ പീസ് ആൻഡ് ലെഗസി, അദ്ദേഹത്തിന്റെ വിഖ്യാതമായിട്ടുള്ള നാടകങ്ങളാണ് ദ ഹെയറി ഏപ്പ്, അതുപോലെ ഡിസയർ അണ്ടർ ദി എൽംസ്, അതുപോലെ മോർണിംഗ് ബിക്കംസ് ഇലക്ട്ര. ഒപ്പം അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായിട്ടുള്ള മാസ്റ്റർ പീസ് ആണ് ലോങ് ഡേയ്സ് ജേർണി ഇൻ ടു നൈറ്റ്. എക്സ്പ്രഷനിസവും സൈക്കോളജിക്കൽ റിയലിസവും ഒന്നിച്ചു ചേർത്തുകൊണ്ട് അമേരിക്കൻ നാടകവേദി അന്താരാഷ്ട്ര തലത്തിൽ നിന്നും ഏറ്റവും മുൻനിരയിൽ എത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ ഒരു കോൺട്രിബ്യൂഷന് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. സോ അത്രയാണ് ഈ ഒരു ബ്ലോക്ക് 6 എക്സ്പ്രഷനിസത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 7 വരുന്നത് അവാങ്കാർഡിസം ആണ്. അതിലെ യൂണിറ്റ് 1 ദ ഐഡിയ ഓഫ് അവാങ്കാർഡ്. സോ ആദ്യമായിട്ട് എന്താണ് ഈ ഒരു അവാങ്കാർഡ് എന്നുള്ളതൊന്ന് നോക്കാം. സോ ദ അഡ്വാൻസ് ഗാർഡ്, അവാങ്കാർഡ് എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് പദമാണ്. ഇതിന്റെ അർത്ഥം വരുന്നത് അഡ്വാൻസ് ഗാർഡ് അല്ലെങ്കിൽ വാങ്വാർഡ്, അതായത് മുൻനിരപ്പട എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത്. സാഹിത്യത്തിലും നാടകവേദിയിലും പരമ്പരാഗതമായിട്ടുള്ള നിയമങ്ങളെയും പ്ലോട്ടുകളെയും പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ട് തികച്ചും പരീക്ഷണാത്മകമായിട്ടുള്ള, അതായത് ഒരു എക്സ്പെരിമെന്റൽ ആൻഡ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതികൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഇത്. ദ കോർ ഒബ്ജക്റ്റീവ്സ്, അവാങ്കാർഡ് നാടകകൃത്തുകള് നാടകത്തിന്റെ പഴയ ഘടനകളെ മാറ്റിമറിച്ചിട്ടുണ്ട്. കേവലം വിനോദം നൽകുന്നതിന് പകരം പ്രകൃതി, മനഃശാസ്ത്രം, ഓർമ്മകള്, മെമ്മറി, സ്വപ്നങ്ങള് എന്നിവ പ്രതീകങ്ങളിലൂടെ, അതായത് സിംബൽസിലൂടെ അവതരിപ്പിച്ചു. പ്രേക്ഷകനെ വെറുതെ ഇരുത്തി രസിപ്പിക്കുന്നതിന് പകരം അവനെ ചിന്തിപ്പിക്കാനും, മേക്ക് ഓഡിയൻസ് തിങ്ക് എന്നതായിരുന്നു ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം. ടെന്നസി വില്യംസ്, സാമുവൽ ബെക്കറ്റ് എന്നിവർ ഇതിന്റെ വക്താക്കളായിട്ടാണ് വരുന്നത്. യൂണിറ്റ് 2 ദ ഗ്ലാസ് മാഞ്ചറി ആസ് എൻ അവാങ്കാർഡ് പ്ലേ. ഓക്കെ, അമേരിക്കൻ നാടകവേദിയിലെ അതീവ പ്രശസ്തനായിട്ടുള്ള നാടകാകൃത്ത് ടെന്നസി വില്യംസിന്റെ ഏറ്റവും വിഖ്യാതമായിട്ടുള്ള ഒരു മാസ്റ്റർ പീസ് നാടകമാണ് ഇത്. ഒരു മനുഷ്യന്റെ ഓർമ്മകളിലൂടെ കഥ പറയുന്ന മെമ്മറി പ്ലേ എന്ന വിപ്ലവകരമായിട്ടുള്ള അവാങ്കാർഡ് സാങ്കേതിക വിദ്യയാണ്, അതായത് ഒരു ടെക്നിക്കാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സോ ദ സെറ്റപ്പ് ഓഫ് മെമ്മറി, നാടകത്തിന്റെയും നറേറ്ററും ഹീറോയുമായിട്ടുള്ള ടോം വിങ്ഫീൽഡ് സ്റ്റേജിലേക്ക് കടന്നു വരുന്നതോടെയാണ് നാടകം ആരംഭിക്കുന്നത്. അവന് ഒരു കപ്പൽ പടയാളിയുടെ വേഷത്തിലാണ് ഉള്ളത്. താൻ പണ്ട് 1930s സെന്റ് ലൂയിസിലെ ഒരു ചെറിയ അപ്പാർട്ട്മെന്റിൽ തന്റെ അമ്മയോടും സഹോദരിയോടും ഒപ്പം കഴിഞ്ഞുകൂടിയിട്ടുള്ള ആ ഒരു കഠിനമായിട്ടുള്ള ഓർമ്മകളാണ് അവന് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, ടോമിന്റെ അച്ഛന് അവരെ പണ്ട് ഉപേക്ഷിച്ചു പോയിട്ടുള്ള ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ ഒരു ഷൂ ഫാക്ടറിയിൽ അതീവ തുച്ഛമായിട്ടുള്ള ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ടോമിന്റെ ചുമലിലാണ് ആ ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവനും ഉള്ളത്. ടോമിന്റെ അമ്മ അമാന്ത ഭൂതകാലത്തിലെ തന്റെ ആഡംബര ഓർമ്മകളിലാണ് ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന മക്കളെ എപ്പോഴും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ്. ടോമിന്റെ സഹോദരി ലോറ അതീവ നിഷ്കളങ്കയും ഒരു കാല് ചെറുതായതുകൊണ്ട് കടുത്ത അപകർഷബോധം അനുഭവിക്കുന്ന ഒരു ആളാണ്. ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആളാണ്, കാലില്ലാത്തതുകൊണ്ട്. പുറം ലോകത്തെ നേരിടാൻ ഭയക്കുന്ന ലോറ വീടിനുള്ളിലിരുന്ന് കണ്ണാടി മൃഗങ്ങളുടെ ഒരു ചെറിയ ശേഖരം, ദ ഗ്ലാസ് മാനേജറി വൃത്തിയാക്കുന്നതിലും പഴയ ആ ഒരു ഗ്രാമഫോൺ റെക്കോർഡുകൾ കേൾക്കുന്നതിലും ഒക്കെയാണ് ആശ്വാസം കണ്ടെത്തിയിട്ടുള്ളത്. ലോറയുടെ ഭാവി ഓർത്ത് വ്യാകുലപ്പെടുന്ന അമ്മ അവൾക്കൊരു നല്ല ഭർത്താവിനെ കണ്ടെത്താൻ ടോമിനോട് ആവശ്യപ്പെടുകയാണ്. ടോം തന്റെ ഫാക്ടറിയിലെ സുഹൃത്തായിട്ടുള്ള ജിം എന്ന യുവാവിനെ ഒരു അത്താഴ വിരുന്നിനായിട്ട് വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ജിം വരുന്നു എന്നറിഞ്ഞ് ലോറ വല്ലാതെ പരിഭ്രമിക്കുകയാണ്. കാരണം ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അവൾ രഹസ്യമായി പ്രണയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ജിം എന്ന് പറയുന്നത്. അത്താഴ വിരുന്നിനിടയിൽ കറന്റ് പോകുന്നു. മെഴുകുതിരി വെളിച്ചത്തിൽ ജിമ്മും ലോറയും അതീവ ആർദ്രമായിട്ട് തന്നെ സംസാരിക്കുകയാണ്. ജിമ്മിന്റെ ഹൃദ്യമായിട്ടുള്ള വാക്കുകള് ലോറയുടെ ഉള്ളിൽ ബോധമൊക്കെ മാറ്റുകയാണ്. ഓക്കെ, അവരൊന്നിച്ച് നൃത്തം ചെയ്യുമ്പോൾ ലോറയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കണ്ണാടി ഗ്ലാസ് യൂണിക്കോണ്
അതായത് ഒറ്റക്കൊമ്പുള്ള ആ ഒരു കുതിരയില്ലേ, അത് തറയിൽ വീണ് അതിന്റെ കൊമ്പൊടിയാണ്. ആ മൃഗം ഇപ്പോൾ തന്നെപ്പോലെ ഒരു സാധാരണ കുതിരയായി മാറി എന്ന് ലോറ പുഞ്ചിരിയോടെ പറയുന്നുണ്ട്. എന്നാൽ തൊട്ടു പിന്നാലെ ജിം കഠിനമായിട്ടുള്ള ആ ഒരു സത്യം വെളിപ്പെടുത്തുന്നു. തനിക്ക് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ് എന്ന് അവൻ പറയാണ് ചെയ്യുന്നത്. അതോടെ കുടുംബത്തിന്റെ കപടമായിട്ടുള്ള എല്ലാ പ്രതീക്ഷകളും തകർന്നടിയാണ്. അമാന്ത ടോമിനെ കടുത്ത ഭാഷയിൽ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ആ വീർപ്പൂട്ടലുകളിൽ നിന്ന് രക്ഷപ്പെടാന് അച്ഛനെ പോലെ ടോം ആ ഒരു വീട് ഉപേക്ഷിച്ച് ദൂരദേശത്തേക്ക് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഒരു മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായിട്ട് ലോകം ചുറ്റുമ്പോഴും തന്റെ അനിയത്തി ലോറയുടെ ആ ഒരു മുഖവും അവള് ഊതിക്കെടുത്തുന്ന മെഴുകുതിരി വെളിച്ചവും തന്റെ ഓർമ്മകളിൽ നിന്നും മായുന്നില്ല എന്ന് ടോം ഏറ്റു പറയുന്നതോടെയാണ് നാടകം ഭയങ്കര എന്താ പറയുക, ഒരു കഠിനമായിട്ടുള്ള ഒരു വിരഹത്തോടെയാണ് അത് അവസാനിക്കുന്നത്. സോ അത്രയാണ് ഇതിന്റെ ഒരു സ്റ്റോറി വരുന്നത്. ഇനി യൂണിറ്റ് 3 വരുന്നത് തീംസ് ഓഫ് സോഷ്യൽ പ്രൊട്ടസ്റ്റ് ഇൻ ദി ഗ്ലാസ് മാനേജറി. സോ ഈ നാടകം പുറമേക്ക് ഒരു സാധാരണ കുടുംബ നാടകമായിട്ട് ഒരു ഡൊമസ്റ്റിക് ഡ്രാമയായിട്ട് തോന്നുമെങ്കിലും അതിനുള്ളിൽ 20-ാം നൂറ്റാണ്ടിലെ അമേരിക്കൻ സമൂഹത്തോടുള്ള വലിയൊരു സാമൂഹിക പ്രതിഷേധം, ഒരു സോഷ്യൽ പ്രൊട്ടസ്റ്റ് അടങ്ങിയിട്ടുണ്ട്. അതാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദ ബ്രൂട്ടാലിറ്റി ഓഫ് മോഡേൺ ക്യാപിറ്റലിസം. സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാലത്ത് ഗ്രേറ്റ് ഡിപ്രഷന്റെ ടൈമിൽ സാധാരണക്കാരായിട്ടുള്ള യുവാക്കൾക്ക് തങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സ്വപ്നങ്ങളും കലയും മാറ്റിവെച്ച് വെറും മെഷീനുകളായിട്ട് ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയെ ടോമിലൂടെ നാടകം കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കുന്നുണ്ട്. പണം മാത്രം നോക്കുന്ന ഒരു ഭൗതികവാദ സമൂഹത്തിൽ, ഒരു മെറ്റീരിയലിസ്റ്റിക് സൊസൈറ്റിയിൽ സാധാരണക്കാരൻ അനുഭവിക്കുന്ന ആ ഒരു കടുത്ത ആ ഒരു ഏലിയനേഷനും അതുപോലെ ഐസൊലേഷനും ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ദ മാർജിനലൈസേഷൻ ഓഫ് ദി ഡിസേബിൾഡ്. ശാരീരികമോ മാനസികമോ ആയ വൈകല്യങ്ങളുള്ള മനുഷ്യരെ, ഡിസേബിൾഡ് ഇൻഡിവിജ്വൽസിനെ ഉൾക്കൊള്ളാൻ മടിക്കുന്ന, അവർക്ക് തുല്യമായ പരിഗണന നൽകാത്ത സമൂഹത്തോടുള്ള വലിയൊരു പ്രതിഷേധമാണ് ഈ ഒരു ലോറയുടെ കഥാപാത്രം അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ അവരെ കേവലം വിവാഹ വിപണിയിലെ ഒരു ഉൽപ്പന്നമായിട്ട്, ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാത്രം കാണുന്ന ആ ഒരു പരമ്പരാഗത ചിന്താഗതിയെയും നാടകം അതീവ മൂർച്ചയോടെ തന്നെ വിമർശിക്കുന്നുണ്ട്. സോ അത്രയാണ് ഈ ഒരു ബ്ലോക്ക് 7 നമുക്ക് വരുന്നത്. ഇതോടുകൂടി നമ്മളെ കംപ്ലീറ്റ് ബ്ലോഗ്സും യൂണിറ്റ് വൈസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കൂടെ നിങ്ങൾ ഈ notebuddy.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള നോട്ട്സ് അതൊന്ന് എടുത്ത് നോക്കുക, അത് വായിക്കുക. എക്സാമിന് അത് നിങ്ങൾക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആവും. കാരണം ആൻസർ എഴുതുന്ന സമയത്ത് എന്താ പറയുക, മെയിൻ ആയിട്ട് എല്ലാ ആൻസറിലും ഒക്കെ കുത്തിച്ചീരാൻ പറ്റിയ കുറേ പോയിന്റ്സ് ആ നോട്ട്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ എക്സാം അടിപൊളി ആവട്ടെ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ. ആൻഡ് ഓൾസോ ഇനി എന്തെങ്കിലും ഒപ്പീനിയനോ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.